കഴിഞ്ഞാൽ O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവ് ആയിട്ട് ഏറ്റവും റെയർ ആയിട്ട് കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ AB നെഗറ്റീവ്. ഓക്കെ, ഇത് ആ പോസിറ്റീവ് നെഗറ്റീവ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം. കാരണം കഴിഞ്ഞ ഒരു എക്സാമിന് ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ആവറേജ് ഫാക്ടർ ഉൾപ്പെടെയാണ് എക്സാമിന് ചോദിച്ചത്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് കാണുന്നത് O പോസിറ്റീവ് ആണ്, ഏറ്റവും റെയർ ആയിട്ട് കാണുന്നത് AB നെഗറ്റീവ് ആണ്. അതുപോലെ യൂണിവേഴ്സൽ ഡോണർ സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത് O നെഗറ്റീവിനെയാണ്. വെറും O ഒന്ന് പഠിക്കരുത്, O നെഗറ്റീവ് തന്നെ പഠിക്കണം. അത് കഴിഞ്ഞ ഒരു LTS എക്സാമിന് ചോദിച്ചതാണ്. അതുപോലെ തന്നെ സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നത് A പോസിറ്റീവ് ആണ്. അത് എളുപ്പമാണ്, A പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്നത് O പോസിറ്റീവ്, ഏറ്റവും കുറവായിട്ട് കാണുന്നത് AB നെഗറ്റീവ്. ഈ AB നെഗറ്റീവിന് കൂടെ നിങ്ങളിപ്പോ ബോംബെ ഗ്രൂപ്പ്, K0 ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഓപ്ഷനിൽ കണ്ടാലും AB നെഗറ്റീവ് തന്നെ എഴുതിയാൽ മതി. കാരണം PSC ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരുന്ന ആൻസർ അങ്ങനെ തന്നെയാണ്, AB നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പം ഏറ്റവും റെയർ ആയിട്ട് കാണുന്നത് AB നെഗറ്റീവ്. അതുപോലെ യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത് O നെഗറ്റീവ് രക്തഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB പോസിറ്റീവ് ആണ്. സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ഈ ചാർട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അവയർ ആയിരിക്കാം, അത്ര ഒന്ന് നോക്കാം. അതായത് ഇതിലിപ്പം ബ്ലഡ് ഡോണറെ കാണിക്കുന്നുണ്ടല്ലേ, ഈ ഡോണർ നമുക്കറിയാം O. ഇപ്പം O നെഗറ്റീവ്, ആ O നെഗറ്റീവ് എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാം. Oക്ക് കൊടുക്കാം, Aക്ക് കൊടുക്കാം, Bക്ക് കൊടുക്കാം, ABക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ A ആണെങ്കിൽ Aക്ക് കൊടുക്കാം, അതുപോലെ ABക്കും കൊടുക്കാം. B ആണെങ്കിൽ Bക്ക് കൊടുക്കാം, ABക്ക് കൊടുക്കാം. AB ആണെങ്കിൽ എന്താ, ABക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി റെസിപ്പിയന്റ് ഇതിനകത്ത് നോക്കുമ്പോൾ ഓക്കെ Oയുടെ അടുത്ത് നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. Aക്ക് ആണെങ്കിലോ Oയുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യാം, Aയുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യാം. Bക്ക് ആണെങ്കിൽ Bയുടെ അടുത്തും Oയുടെ അടുത്തുനിന്നും Bയുടെ അടുത്തുനിന്നും റിസീവ് ചെയ്യാം. AB ആണെങ്കിൽ നോക്കൂ, എല്ലാവരുടെ അടുത്തും റിസീവ് ചെയ്യാം. Oയും Aയും Bയും ABയും എല്ലാവരുടെ അടുത്തും റിസീവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പത്തിനാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം. അപ്പം Oക്ക് എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ, അപ്പം അങ്ങനെ നിങ്ങൾ ഓർക്കാം, ഡോണർ അല്ലേ. അതുപോലെ റെസിപ്പിയന്റ് AB എല്ലാവരുടെ എടുക്കാമെന്ന് ഓർക്കാം. അപ്പൊ ആ ഒരു സെക്ഷൻ തീർന്നു. പിന്നെ A ആണെങ്കിൽ Aക്കും Oക്കും, അതുപോലെ B ആണെങ്കിൽ Bക്കും Oക്കും, അങ്ങനെ ഓർത്താൽ മതി. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനൊന്നും ചോദിക്കില്ലായിരിക്കും, കുറച്ചുകൂടി മെയിൻസ് ചിലപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു ഡിഗ്രി ലെവലൊക്കെ ഇങ്ങനെ ചോദിക്കുള്ളായിരിക്കും. ജസ്റ്റ് ഒന്ന് എന്തായാലും നമ്മൾ പഠിക്കുമല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവയർ ആയിരിക്കാം. ഈ ചാർട്ട് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാലും മതി, ഇതാവുമ്പോൾ എളുപ്പം ഉണ്ടാവും. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് രക്തദാനത്തിനെ കുറിച്ചാണ്. ഇത് സ്ഥിരമായിട്ട് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ എന്നാലും ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിന് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിന്റെ. അതായത് 17 മുതൽ 66 വയസ്സ് വരെയാണ് രക്തദാനത്തിന് അനുയോജ്യമായ പ്രായം എന്ന് പറയുന്നത്. ഈ പ്രായം നിങ്ങൾ പഠിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17 എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യൂല, ഓപ്ഷനിൽ 18 എന്നായിരിക്കും കാണുന്നത്. മിക്കവരും 18 നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് 18 വയസ്സല്ലേ എല്ലാം ബേസിക് ആയിട്ട് പറയണം. പക്ഷെ 17 വയസ്സ് മുതൽ നമുക്ക് രക്തം ദാനം ചെയ്യാം. പിന്നെ 66 വയസ്സ് വരെ നമുക്ക് ചെയ്യാം. ആഫ്റ്റർ 60 ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല, ചിലപ്പോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ 66 വയസ്സ് വരെ നമുക്ക് രക്തം ദാനം ചെയ്യാം. പിന്നെ ഇതിന് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന ഈ വയസ്സ് മാത്രം പറയും, പക്ഷെ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ബോഡി വെയിറ്റ് വേണം, എബവ് 50 kg എങ്കിലും വേണം. അതുപോലെ BP ലോ BP ആയിട്ടുള്ളവർ, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊന്നും പറ്റില്ല. പിന്നെ വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ബ്ലഡ് റിലേറ്റഡ് ഡിസീസസ് ഉള്ളവർക്കും പറ്റില്ല. അപ്പം അതെല്ലാം സെക്കൻഡറി ആണ്. ആദ്യം ഇപ്പൊ നമ്മൾ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ ഏജ് അവർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 17 വയസ്സ് മുതൽ 66 വയസ്സ് വരെയാണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള വയസ്സ് എന്ന് പറയുന്നത്. ഇനി എത്ര ml ബ്ലഡ്, അതായത് ഒരു പ്രാവശ്യം ദാനം ചെയ്യുമ്പോൾ എത്ര ml ബ്ലഡ് നമുക്ക് ദാനം ചെയ്യാന്ന് ചോദിച്ചാൽ 300 ml ബ്ലഡ് ദാനം ചെയ്യാം.
ഓക്കെ, അപ്പൊ 300 ml ബ്ലഡ് എടുത്താലാണ് നിങ്ങൾ ബ്ലഡ് കൊടുക്കാൻ, ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ബ്ലഡ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് പിന്നെ ഫ്രൂട്ടീൻ ജ്യൂസും ഒക്കെ അവർ വാങ്ങിച്ചു തരും അല്ലേ. ഗ്രേപ്പ് ജ്യൂസും ഫ്രൂട്ടും ഒക്കെയാണ് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ 300 ml ബ്ലഡ് എടുത്താൽ 300 ml ബ്ലഡ് ആണ് അവർ എടുക്കുന്നതെന്ന് ഓർക്കാം. പോയിട്ടുള്ളവർക്ക് ഇത് ആലോചിച്ചിട്ട് എഴുതി ഓർത്ത് വയ്ക്കാൻ പറ്റും. അടുത്തത് അതിന്റെ ഗ്യാപ്പാണ്. 3-4 മാസം ആണ് ഏകദേശം പറയുന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ 3 മാസം എന്നായിരിക്കും, ചിലപ്പോൾ 4 മാസം എന്നായിരിക്കും. അപ്പം നിങ്ങളുടെ ഇതനുസരിച്ച് എഴുതുക. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രാവശ്യം ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തൊരു 3 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞോ വീണ്ടും കൊടുക്കാം. കാരണം നമ്മൾ പഠിച്ചല്ലേ, ഇപ്പൊ RBCയുടെ ഒക്കെ മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമല്ലേ. അപ്പം ഈ 3 മാസം 4 മാസത്തിനുള്ളിൽ അത് പുതിയത് വരുവാണ്. അപ്പൊ നമുക്ക് പിന്നെയും കൊടുക്കാനുള്ള അവസരം കിട്ടുവാണ്. ഓക്കെ, അപ്പം വയസ്സ് ചോദിക്കുകയാണെങ്കിൽ 17 വയസ്സ് മുതൽ 66 വയസ്സ് വരെ. അതുപോലെ എമൗണ്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു സമയം 300 ml വരെ. അതുപോലെ എന്താണ് അതിന്റെ ഗ്യാപ്പ് അത് ചോദിക്കുകയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമതായിട്ട് അടുത്ത രക്തദാനം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ കൊടുക്കാം. ഓക്കെ, ആ 3 പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ രക്തം ദാനം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതിനകത്ത് കൊടുക്കുന്ന ആളുടെ ആന്റിജനും വാങ്ങുന്ന ആളുടെ ആന്റിബോഡിയും തമ്മിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ കൊടുക്കുന്ന ആളുടെ ആന്റിജനും വാങ്ങുന്ന ആളുടെ ആന്റിജനും തമ്മിൽ വാങ്ങുന്ന ആളുടെ ആന്റിബോഡിയും തമ്മിൽ നല്ല തരത്തിലുള്ള ഒരു ചേർച്ചയുണ്ടായാലേ ആ ആൾ ആ ബ്ലഡ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ചേർച്ചയില്ലാതെ വരുമ്പോൾ, അതായത് ഈ രക്തം ദാനം ചെയ്യുമ്പോൾ യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പുകളാണെങ്കിൽ തമ്മിൽ ആ ചേർച്ച ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ എഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ സമാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഈ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ചേരാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലാണെങ്കിൽ എന്താണ് ആ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമാഹരണം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നമ്മൾ എഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. അതായത് കൊടുക്കുന്ന ആളുടെ ആന്റിജനും വാങ്ങുന്ന ആളുടെ ആന്റിബോഡിയും തമ്മിൽ ചേർച്ചയില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പുകളാണ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴുണ്ടാകുന്ന റിയാക്ഷൻ ആണ് എഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ സമാഹരണം. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയും. ആ കണ്ടീഷന്റെ മലയാളം പേരൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതൊരു RH ഇൻകോമ്പാറ്റബിലിറ്റി ആണ്. അതായത് ബ്ലഡ് ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചേർച്ചയില്ലായ്മ തന്നെ. അത് ബ്ലഡ് ഗ്രൂപ്പ്സ് തമ്മിലല്ല, RH ഫാക്ടറാണ്. അതായത് ആ പോസിറ്റീവ് നെഗറ്റീവ് ആ ഫാക്ടേഴ്സ് തമ്മിലുള്ള ചേർച്ചയില്ലായ്മയാണ് അവിടെ പ്രശ്നം. അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഇപ്പൊ RH നെഗറ്റീവ് ബ്ലഡ് ആണെന്ന് വിചാരിക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പൊ ഒരു A നെഗറ്റീവ് ബ്ലഡ് ആണെന്ന് വിചാരിക്കാം. ഹസ്ബൻഡ് RH പോസിറ്റീവ് ബ്ലഡ് ആണെന്ന് വിചാരിക്കാം. ഇപ്പം B പോസിറ്റീവോ അങ്ങനെ ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. അപ്പം ഉണ്ടാകുന്ന കുട്ടി, അതായത് വയറ്റിൽ ഉണ്ടാകുന്ന ആ കുട്ടി ഫോം ചെയ്യുമ്പം അതിന് RH പോസിറ്റീവ് ബ്ലഡ് ആണെങ്കിൽ ആക്ച്വലി അമ്മയും കുട്ടിയും തമ്മിലുള്ള രക്തം ഡയറക്റ്റ് മിങ്കിൾ ചെയ്യുന്നില്ല. പക്ഷെ ഈ രക്തത്തിലേക്കാണല്ലോ ഈ ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം എത്തുന്നത്. അപ്പൊ അമ്മയ്ക്ക് RH നെഗറ്റീവും കുട്ടി ഫോം ചെയ്യുന്നത് RH പോസിറ്റീവും ആണെങ്കിൽ അവിടെ ഒരു ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവും. അതായത് അവിടെ ഒരു RH ഫാക്ടറിന്റെ ചേർച്ചയില്ലായ്മ ഉണ്ടാവും. അതാണ് RH ഇൻകോമ്പാറ്റബിലിറ്റി. അതിന് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് എന്ന് നിങ്ങൾക്ക് അറിയാല്ലേ, നമ്മുടെ ചുവന്ന രക്തനാണുക്കളാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ എന്താണ് ബേസ്റ്റ് ഔട്ട് ആയി പോയി കുട്ടിക്ക് ബ്ലഡ് കിട്ടാത്ത ആ ഒരു അവസ്ഥ ഉണ്ടായി. കുട്ടി മരിച്ചായിട്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ടോ എന്തായാലും കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിട്ട് അത് മാറും. ആ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. RH ഇൻകോമ്പാറ്റബിലിറ്റി ആണ്. RH ഫാക്ടറിന്റെ ചേർച്ചയില്ലായ്മയാണ്. അതുപോലെ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ RH നെഗറ്റീവും അച്ഛൻ RH പോസിറ്റീവും. അപ്പൊ കുട്ടി ഉണ്ടാവുന്ന RH പോസിറ്റീവ് ആണെങ്കിൽ അവിടെ വരുന്ന ചേർച്ചയില്ലായ്മയാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3rd, 4th, 5th പോയിന്റ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്നും അവെയർ ആയിരുന്നാൽ മാത്രം മതി. സാധാരണ ചോദിക്കുന്നത് ഈ ആദ്യത്തെ 3 പോയിന്റ്സ് ആണ്. അതിന്റെ വയസ്സും അളവും അതുപോലെ ഗ്യാപ്പും. ഓക്കെ, ഇനി അടുത്തത് രക്തദാന ദിനം. ലോക രക്തദാന ദിനം എന്ന് പറയുന്നത് ജൂൺ 14 ആണ്. ഓക്കെ, ലോക രക്തദാന ദിനം ജൂൺ 14. ഓക്കെ, അപ്പം നമുക്ക് 2020-ലെയും 2019-ലെയും ഈ രക്തദാന ദിനത്തിന്റെ തീംസ് പഠിക്കാം. 2020 സേവ് ബ്ലഡ് സേവ്സ് ലൈഫ്സ്. ഓക്കെ, അടുത്ത 2019 സേവ് ബ്ലഡ് ഫോർ ഓൾ. ഇത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കും. എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിങ്ങനെ മലയാളീകരിച്ച് ചോദിക്കാറില്ല, പൊതുവെ ഇങ്ങനെ തന്നെയാണ് ചോദിക്കാറ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. രക്തദാന ദിനം എന്ന് പറയുന്നത് ജൂൺ 14 ലോക രക്തദാന ദിനം ജൂൺ 14. 2020-ലെ തീം. ഓക്കെ, 2020-ലെ തീം എന്ന് പറയുന്നത് സേവ് ബ്ലഡ് സേവ്സ് ലൈഫ്സ്. ഓക്കെ, 2019-ലെ തീം സേവ് ബ്ലഡ് ഫോർ ഓൾ.
ഓക്കെ, അടുത്തത് നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ, അതായത് നമ്മുടെ ദേശീയ രക്തദാന ദിനം, അതായത് സന്നദ്ധ രക്തദാന ദിനം. ദേശീയ സന്നദ്ധ രക്തദാന ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 1 ഓക്കെ, ഒക്ടോബർ 1. ഇത് ഡോക്ടർ ജെ ഗോപാൽ ജോളി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന്റെ ബർത്ത്ഡേ ആണെന്ന്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഈ ബ്ലഡ് ഗ്രൂപ്പ്സിന്റെ ട്രാൻസ്ഫ്യൂഷനെ കുറിച്ചുള്ള കൂടുതൽ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതും അങ്ങനത്തെ കുറെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനമായിട്ട് ഒക്ടോബർ 1 നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലോക രക്തദാന ദിനം ജൂൺ 14, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ വീണ്ടും എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുവാണോ? ഓക്കെ, അപ്പൊ നമ്മള് രക്തപരിചയന വ്യവസ്ഥയിൽ നമ്മൾ രക്തവും രക്തകോശങ്ങളും അതുപോലെ രക്തക്കുഴലുകളും ഹൃദയമാണെന്ന് പറഞ്ഞില്ലേ. അതിനകത്ത് രക്തവും രക്തകോശങ്ങളും നമ്മളിപ്പം ഇതിലൂടെ കണ്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എടുക്കുന്നതൊക്കെ വായിക്കുന്നുണ്ടോ? വീട്ടിൽ പോയിരുന്നു? ഓക്കെ, അപ്പൊ നമ്മള് രക്തത്തിന് നമ്മൾ ജീവന്റെ നദി എന്നാണ് പറയുന്നത്. pH 7.4 ആയിരുന്നു, 7.4 ആണ്. 5 to 5.5 liters ആണ് ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത്. ബോഡിയിലുള്ള നീലരക്തമുള്ളത് മൊളസ്കുകളാണ്, പച്ചരക്തമുള്ളത് അനലിറ്റ്സ് ആണ്. പ്ലാസ്മയും രക്തകോശങ്ങളുമാണ് രക്തത്തിന്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. പ്ലാസ്മ എത്രയായിരുന്നു? 55% കൂടുതൽ ജലമാണ്. പിന്നെ പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു 7 to 8% ജലം, 92% ആയിരുന്നു. ആൽബുമിൻ ആണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത്. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ് ആന്റിബോഡീസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫൈബ്രോനോജൻ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. ഇനി 3 തരത്തിലുള്ള രക്തകോശങ്ങൾ നമ്മൾ പറഞ്ഞു. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അസ്ഥിമജ്ജയിലാണ് ഫോം ചെയ്യുന്നത്. ഫോം ചെയ്യുന്ന പ്രോസസ് ഹീമോപോയിസിസ് ആണ്. അത് രക്തകോശങ്ങൾ അളക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. ഓക്കെ, അടുത്ത RBC നമ്മൾ പറഞ്ഞു എറിത്രോസൈറ്റ്സ് ആണ്, ചുമന്ന നിറമാണ്. അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. അസ്ഥിമജ്ജയിലാണ് ഉണ്ടാവുന്നത്. ഡിസ്ക് ഷേപ്പ് ആണ്. 1 ml രക്തത്തിൽ 45 to 65 lakhs per millimeter ക്യൂബ് ആണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനമാണ് ഇതിന്റെ ധർമ്മം. ഇനി എന്താ? അതിന് മർമ്മമില്ല. സ്പ്ലീഹയിലും കരളിലാണ് അത് ശിഥിലീകരിക്കപ്പെടുന്നത്. RBCകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? പ്ലീഹയാണ്. അത് ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ബിലിറൂബിനും ബിലിവേർഡിനുമാണ്. ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറഞ്ഞാൽ നോർമലി 15 ഗ്രാമും പുരുഷന്മാരിലും 13 ഗ്രാം ഫീമെയിൽസിലുമാണ് പറയുന്നത്. ഇതിന്റെ കുറവ് മൂലം അനീമിയ, RBCയിൽ കൂടുതൽ അളവ് മൂലം ഉണ്ടാകുന്നത് പോളിസൈത്തീമിയ. ഇനി ഹീമോഗ്ലോബിന് നമ്മൾ പറഞ്ഞില്ലേ 2 പാർട്സ് ഉണ്ട്, ഹീമോ ഉണ്ട്, ഗ്ലോബിൻ പാർട്ടും ഉണ്ട്. അതിനകത്ത് ഗ്ലോബിൻ പാർട്ടിലാണ് 4 പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. ഹീം പാർട്ടിനകത്താണ് ഇരുമ്പുള്ളത്. അതുകൊണ്ട് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജൻ മോളിക്യൂൾസ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഓക്സി ഹീമോഗ്ലോബിൻ. കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴുള്ളതാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡ് ആയിട്ടുണ്ടാകുമ്പോഴാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഇനി അഡൽട്ട് മെയിൽസിൽ നമ്മൾ റേഞ്ച് പറയുമ്പോൾ 14 to 18 ഗ്രാം, സ്ത്രീകളുടെ ആണെങ്കിൽ 12 to 16 ഗ്രാം ആണ് നോർമൽ റേഞ്ച് പെർ ഡെസിലിറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ RBCയുടെ ഡിസ്ക് ഷേപ്പ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു അരിവാൾ രൂപത്തിലുള്ള ഷേപ്പ് ആയി കഴിയുമ്പോൾ അത് ഹീമോഗ്ലോബിന്റെ ക്വാളിറ്റിയുടെ ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാകുമ്പോൾ അതിനെ സിക്കിൾ സെൽ അനീമിയ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ WBC ആണ് പറഞ്ഞത്. ലൂക്കോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. നിറമില്ല, വൈറ്റ് അല്ല, നിറമില്ല. അസ്ഥിമജ്ജയിലും അതുപോലെ പ്ലീഹയിലും ലിംഫിലുമാണ് ഇത് ഉണ്ടാവുന്നത്. 10 to 15 days ആണ് ഇതിന്റെ നോർമൽ ലൈഫ് സ്പാൻ. 7,000 to 10,000 ആണ് ഇതിന്റെ നോർമൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനാണ്, ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ പോരാളികൾ, വാരിയേഴ്സ് എന്നൊക്കെ പറയുന്നവരാണ്. ഇതിന്റെ കണ്ടൻസ് ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ്, സ്നോഫിൽസ്, ലിംഫോസൈറ്റ്സ് അതുപോലെ മോണോസൈറ്റ്സ് ആണ്. ന്യൂട്രോഫിൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ന്യൂട്രോഫിൽസ് ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യും. ബേസോഫിൽസ് ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇസ്നോഫിൽസും പാരസൈറ്റ്സും അതുപോലെ അലർജി ഫംഗ്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യും. ഇനി മോണോസൈറ്റ്സ് ആണെങ്കിലോ ഫോറിൻ ഓർഗാനിസംസിനെയും നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന സെൽസിനെയൊക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും. ഏറ്റവും വലുതാണ്. മോണോസൈറ്റും ന്യൂട്രോഫിലും കൂടി ചേർന്ന് ഫാഗോസൈറ്റ്സ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങിയാണ് അവർ നശിപ്പിക്കുന്നത്. അതിന് ഫാഗോസൈറ്റോസിസ് എന്ന് പറയും.
ഓക്കെ, ഇനി ലിംഫോസൈറ്റ് ഏറ്റവും ചെറുതാണ്. ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ഉണ്ട്. എയ്ഡ്സ് വൈറസിനെ പ്രതിരോധിക്കുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. അസ്ഥിമജ്ജയിലാണ് ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നത്, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. തൈമസിലാണ് ടി ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നത്. ലിംഫോസൈറ്റ്സ് ആണ് ആകെ മൊത്തം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷിയും ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയൊക്കെ മെയിൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ്സ് ആണ്. ഇത് കുറയുന്ന അവസ്ഥ ല്യൂക്കോപീനിയ, ബ്ലഡ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇതിന് കൂടുന്ന അവസ്ഥ ലുക്കീമിയ. അടുത്ത പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്, ത്രോംബോസൈറ്റ്സ് എന്ന് പറയും, അസ്ഥിമജ്ജയിൽ ഉണ്ടാകുന്നു. 7 to 10 days ആണ് നോർമലി ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. 2 to 4.5 lakhs ആണ് നോർമൽ ക്വാണ്ടിറ്റി. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നതാണ്. ഏറ്റവും ഇതിന്റെ കുറവുണ്ടാകുന്ന ത്രോംബോസൈറ്റോപീനിയ, കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ ത്രോംബോസൈറ്റീനിയ. ഡെങ്കി ഫീവറിൽ ഡെങ്കുവില് കുറഞ്ഞു വരുന്ന രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അടുത്ത നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞു. 3 to 6 minutes ആണ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. അതിന് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് ആണ്. ജീവകം കെ ആണ്. ധാതു കാൽഷ്യം ആണ്. മാംസ്യം ഫൈബ്രിനോജൻ ആണ്. എൻസൈം ത്രോംബോകൈനേസ് ആണ്. അടുത്ത നമ്മൾ രക്തബാങ്കിന്റെ കാര്യം പറഞ്ഞു. ചാൾസ് റിച്ചാർഡ് റൂവ് ആണ് അമേരിക്കയിലായിരുന്നു വന്നത്. 4 degree Celsiusലാണ് രക്തം സൂക്ഷിക്കുന്നത്. രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഇതിനകത്ത് സഹായിക്കുന്ന രാസവസ്തു ഏതെന്ന് ചോദിച്ചാൽ സോഡിയം സിട്രേറ്റ് ആണ്. അടുത്ത നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സ് പറഞ്ഞു. എ, ബി, എ, ബി, ഒ. ഇതിന്റെ RH പോസിറ്റീവ് RH നെഗറ്റീവ് അനുസരിച്ച് 8 തരത്തിൽ നമ്മൾ പറയും. എക്ക് ആണെങ്കിൽ RBCയിൽ എ ആന്റിജനും പ്ലാസ്മയിലെ ആന്റിബിയോ ആന്റിബോഡിയാണ് ഉള്ളത്. ബിക്ക് ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ ആണെങ്കിൽ ആന്റിജൻസ് എ ഇല്ല, പക്ഷെ പ്ലാസ്മയില് ആന്റി എയും ആന്റി ബി ആന്റിബോഡി ഉണ്ട്. എ ബിക്ക് ആണെങ്കിൽ എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട്, പക്ഷെ ആന്റിബോഡീസ് ഇല്ല. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രക്തഗ്രൂപ്പാണ് O പോസിറ്റീവ്. ഏറ്റവും റെയർ ആയിട്ട് കാണുന്നതാണ് AB നെഗറ്റീവ്. ഇനി യൂണിവേഴ്സൽ ഡോണർ സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത് O നെഗറ്റീവ് ആണ്. സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നത് AB പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് പറഞ്ഞു, ചാർട്ട് പറഞ്ഞു. ചാർട്ട് എല്ലാവരും വരച്ചു. അടുത്ത രക്തദാനത്തിന്റെ കാര്യമാണ്. 17 വയസ്സ് മുതൽ 66 വയസ്സ് വരെയാണ് നോർമൽ സമയം എന്ന് പറയുന്നത്. 300 ml രക്തമാണ് നമുക്ക് നോർമലി ദാനം ചെയ്യാൻ കഴിയാവുന്നത്. അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3-4 മാസത്തിന്റെ ആണ്. 3 മാസം അല്ലെങ്കിൽ 4 മാസം. ഓക്കെ, ഇനി അങ്ങനെ രക്തം എന്താണ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടാകുന്ന ആ റിയാക്ഷനെയാണ് എഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ സമാഹരണം എന്ന് പറയുന്നത്. ഇനി എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ RH-ന്റെ ചേർച്ചയില്ലായ്മയാണ്. RH ഫാക്ടറിന്റെ ഇൻകോമ്പാറ്റബിലിറ്റി ആണ്. അത് സ്ത്രീ RH നെഗറ്റീവ് ബ്ലഡും അതുപോലെ പുരുഷൻ RH പോസിറ്റീവ് ബ്ലഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന കുട്ടി RH പോസിറ്റീവ് ബ്ലഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ചേർച്ചയില്ലായ്മയാണ് എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോക രക്തദാന ദിനം എന്ന് പറയുന്നത് ജൂൺ 14 2020 തീം സേഫ് ബ്ലഡ് സേവേഴ്സ്. 2019 തീം സേഫ് ബ്ലഡ് ഫോർ ഓൾ. ഇനി ദേശീയ സന്നദ്ധ രക്തദാന ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 1. ഡോക്ടർ ജയ്ഗോപാൽ ജോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഫാദർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ രക്തം ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ രക്തപരിചരണ വ്യവസ്ഥയിലെ മെയിൻ ആളെയാണ് നോക്കുന്നത്. അതാണ് നമ്മുടെ ഹൃദയം. ഓക്കെ, ഇപ്പൊ ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ കാർഡിയോളജി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും. കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകുന്നതെല്ലാം സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പൊ ഹൃദയത്തെ ഈ കാർഡിയോ ആയിട്ട് പ്ലേറ്റ് ചെയ്യുന്ന എല്ലാം നമ്മൾ ഹൃദയമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പൊ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, ഇനി നമ്മുടെ നോർമൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഏകദേശ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമുഷ്ടിയുടെ ആ കൈമുഷ്ടി ചുരുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ വലിപ്പം എന്നാണ് പറയുന്നത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 300 gram ആണ്. ഓക്കെ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ 300 gram ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൃദയത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രക്തം പമ്പ് ചെയ്യുക, അതായത് ബ്ലഡ് പമ്പിംഗ് ഓർഗൻ ആണ്. രക്തം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തം എല്ലാ ഭാഗങ്ങളിലേക്കും തലച്ചോറിലേക്കും ബാക്കി കൈകാലുകളിലേക്കും എല്ലാം പമ്പ് ചെയ്യുന്ന ആളാണ് ആര്? ഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ വിശ്രമമില്ലാത്ത ഒരു അവയവം ഏതെന്ന് ചോദിച്ചാലും ഹൃദയമാണ്. കാരണം ഫുൾ ടൈം രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ വിശ്രമമില്ലാത്ത അവയവം ഏതെന്ന് ചോദിച്ചാലും ഹൃദയമാണ്. ഓക്കെ, അടുത്ത സെന്റർ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പൊ രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? ഹൃദയമാണ്. നമ്മളിപ്പം രക്തം ബോഡി ഫുൾ ആയിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ രക്തക്കുഴലുകളും അതുപോലെ തന്നെ രക്തം വഹിച്ചുകൊണ്ട് പോകുന്നതായതുകൊണ്ട് രക്തക്കുഴലുകളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഈ രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്ന ആളാരാണ്? പമ്പ് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഇല്ല എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നല്ലേ. അപ്പം നമ്മുടെ രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം ആരെന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. ഓക്കെ, ഇനി മനുഷ്യ ഹൃദയത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് എത്ര അറകളുണ്ട്? 4 അറകളാണ് ഉള്ളത്. ഓക്കെ, അപ്പം 2 ഇതായിട്ട് വലതും ഇടത്തുമായിട്ട് 4 അറകളുണ്ട്. മുകളിലായിട്ട് 2 ഓറിക്കിളുകളും താഴെയായിട്ട് 2 വെൻട്രിക്കിളുകളും. ഓക്കെ, മുകളിൽ 2 ഓറിക്കിൾ, അതായത് റൈറ്റ് ഓറിക്കിൾ, വലത് ഓറിക്കിളും ഇടത് ഓറിക്കിളും, അതുപോലെ താഴെയും 2 വെൻട്രിക്കിളും, വലത് വെൻട്രിക്കിളും ഇടത് വെൻട്രിക്കിളും. ഓക്കെ, അപ്പൊ ഹൃദയത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് കാർഡിയോളജിയാണ്.
മനുഷ്യ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമുഷ്ടിയുടെ വലിപ്പമാണ്. അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഏകദേശം 300 ഗ്രാം ആണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ആര്, ഹൃദയം. ഇനി എത്ര അറകളുണ്ട്? 4 അറകളാണ് ഉള്ളത്. 2 ഓറിക്കിളുകളും 2 വെൻട്രിക്കിളുകളും. സ്ലൈഡ് ഓക്കെ ആണോ? ഇനി നമ്മള് നമ്മുടെ മനുഷ്യരുടെ കാര്യം പറഞ്ഞല്ലേ, ഇനി അതുപോലെ തന്നെ മറ്റു ജീവികളിൽ PSS സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ പോലെ തന്നെയാണ്, നമ്മൾ സസ്തനികളല്ലേ, മാമൽസ് അല്ലേ. ഈ മാമൽസും ബേർഡ്സും, അതായത് സസ്തനികളും പക്ഷികളും, അതായത് കുറച്ച് ഹയർ ഓർഗാനിസംസ്, അവരൊക്കെ എല്ലാം 4 അറകളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഓറിക്കിളും 2 വെൻട്രിക്കിളും, വലതുവലുതായിട്ട് അങ്ങനെ 4 അറകളുണ്ട്. ഇനി ഉഭയജീവികളുണ്ട്, അതായത് നമ്മുടെ ആംഫീബിയൻസ്, തവള പോലുള്ള ഉഭയജീവികൾ. അതുപോലെ ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ റെപ്റ്റൈൽസ്, ഈ പാമ്പ് അതുപോലത്തുള്ള ജീവികളെല്ലാം, അവർക്ക് 3 അറകളേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്തുള്ള എക്സെപ്ഷൻ ആണ് ക്രോക്കഡൈൽ. അതായത് മുതല, ആ ജീവിക്ക് 4 അറയാണ്. മനുഷ്യനെ പോലെ തന്നെ, സസ്തനികളെ പോലെ തന്നെ 4 അറയാണ് ഉള്ളത്. ഇനി ചോദിക്കുന്നത് ഫിഷിന്റെ കാര്യമാണ്. ഫിഷിന് 2 അറകളേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഈ വാല്യൂ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതിപ്പം ഇങ്ങനെ ഓർക്കാം, സസ്തനികള്, അതുപോലെ പക്ഷികള്, അതുപോലെ മുതല, നമുക്ക് ഇവർക്കെല്ലാം 4 അറകളാണ് ഉള്ളത്. ഉഭയജീവികൾ, പാമ്പുകൾ, അവർക്കൊക്കെ 3 അറകളേ ഉള്ളൂ. ഇനി ഫിഷ് ആണെങ്കിലോ, മീനുകളൊക്കെ ആണെങ്കിൽ 2 അറകളേ ഉള്ളൂ. ഈ വാല്യൂസ് ചോദിക്കാറുണ്ട്. സസ്തനികളിൽ എത്രയാണെന്ന് ചോദിക്കും, പക്ഷികളിൽ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്, മത്സ്യത്തിൽ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. സസ്തനികൾ എന്ന് പറഞ്ഞാൽ മാമൽസ് ആണ്. ഉഭയജീവികൾ നമ്മുടെ ആംഫിബിയൻസ്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത്. ഉരകങ്ങൾ റെപ്റ്റൈൽസ്. ആക്ച്വലി ക്രോക്കഡൈൽ ഒരു റെപ്റ്റൈൽ അല്ലേ, പക്ഷെ അത് എക്സെപ്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഹൃദയത്തിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നട്ടലുള്ള ജീവികളിൽ ഭ്രൂണാവസ്ഥയിൽ വെച്ചുണ്ടാകുന്ന ആദ്യത്തെ അവയവമാണ് ഹൃദയം. ഓക്കെ, നമുക്കറിയാം ഏകദേശം ഒരു 4-5 മാസം ആകുമ്പോഴേക്കും ഈ ഹാർട്ട് ബീറ്റ് ഒക്കെ തുടങ്ങും, നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പം നട്ടലുള്ള ജീവികളിൽ, അതായത് നമുക്ക് ഈ ഇങ്ങനെ മാത്രമേ ചോദിക്കാറുള്ളൂ, ഭ്രൂണാവസ്ഥയിൽ, അതായത് ആ ഫീറ്റസ് ആ അവസ്ഥയിൽ ഉണ്ടാവുന്ന ആദ്യത്തെ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. അല്ലാണ്ട് കരളോ പാൻക്രിയാസോ അല്ലെങ്കിൽ ശ്വാസകോശോ അതൊന്നും അല്ല. ആദ്യമായിട്ട് ഉണ്ടാവുന്നത്, ആദ്യമായിട്ട് ജീവൻ ഉണ്ട് എന്നുള്ളതിന്റെ ആ ഇത് വരുന്നത് ഹൃദയമാണ്. കാരണം ആ ഹൃദയ സ്പന്ദനം വെച്ചിട്ടാണ് കുട്ടിക്ക് ജീവനായിട്ടുണ്ടോ എന്ന് അറിയുന്നത്. അപ്പൊ നട്ടലുള്ള ജീവികളിൽ ഭ്രൂണാവസ്ഥയിൽ വെച്ച് ഉണ്ടാവുന്ന ആദ്യത്തെ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൃദയമാണ്. ഓക്കെ, ഇനി ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അത് മാംസപേശികൾ കൊണ്ടാണ് ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത്. അസ്ഥികളോ എല്ലുകളോ ഒന്നുമല്ല, മാംസപേശികൾ കൊണ്ടാണ്. ഓക്കെ, കാരണം പമ്പിങ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ മാംസപേശികളാണെങ്കിൽ എളുപ്പമുണ്ടല്ലേ, അപ്പൊ പമ്പ് ചെയ്യാനുള്ളത് കൊണ്ട് മാംസപേശികൾ കൊണ്ടാണ് ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഈ ഹൃദയത്തിന് പൊതിഞ്ഞ ഒരു സോഫ്റ്റ് ഓർഗൻ ആണ്, വളരെ സോഫ്റ്റ് ഓർഗൻ ആണ്, വളരെ വെയിറ്റ് കുറവാണ് എല്ലാം. പക്ഷെ എന്നാൽ ഈ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എല്ലാം പമ്പ് ചെയ്യണം അല്ലേ. അപ്പം എന്താണ്, ഈ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിയൊക്കെ ഉണ്ടായിരുന്ന പോലെ അത്രയും ഹാർഡല്ല. ഹൃദയത്തിന്റെ ചുറ്റും പുറംഭാഗം ഇവിടെയൊക്കെ നമ്മുടെ ഈ വാരിയലിന്റെ ബാക്കി സാധനങ്ങളുണ്ട്. എന്നാലും ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹൃദയത്തിനെ പൊതിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഒരു ഇരട്ട സ്ഥലമാണ്, ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. അതിനെ നമ്മൾ പെരികാർഡിയം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാർഡിയമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാം ഹൃദയ ആയിട്ട് ബന്ധമുള്ളതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ പെരി എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളു, അപ്പൊ ഹൃദയത്തിനെ പൊതിഞ്ഞ് കാണുന്നത് പെരികാർഡിയം. ഓക്കെ, ശരിക്കും ഇതിന് ആവരണങ്ങൾ 3 തരത്തിലുണ്ട്: പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ പ്രിലിമിനറിക്ക് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. എൻഡോകാർഡിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തുള്ളത്, അതിന്റെ പുറത്തായിട്ട് മയോകാർഡിയം, പേശികൾ കാണപ്പെടുന്ന ആ സ്ഥലം മയോകാർഡിയം. ഏറ്റവും പുറത്തായിട്ടുള്ളത് പെരികാർഡിയം. പെരികാർഡിയം നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം ഹൃദയത്തിന്റെ
പുറത്ത് കാണുന്ന, അതായത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആ ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് എന്ത്, പെരികാർഡിയം എന്ന് പറയുന്നത്. ഈ പേര് പോലെ ഈ പെരികാർഡിയത്തിന്റെ അകത്തൊരു ദ്രവമുണ്ട്, അതാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം. ഓക്കെ, അപ്പം ഇതിന് പെരികാർഡിയത്തിൽ കാണുന്ന ഒരു ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. ഇതാണ് ഹൃദയത്തിന് നമ്മുടെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, അതായത് ബാഹ്യക്ഷതങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹൃദയം വികസിക്കുമ്പോൾ അവിടെ ഈ മസിൽസ് അല്ല, ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്നതും ഈ പെരികാർഡിയൽ ദ്രവമാണ്. ഓക്കെ, അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഹൃദയത്തിനെ പൊതിഞ്ഞ് ഒരു ഇരട്ട സ്ഥലമുള്ള ആവരണമുണ്ട്, അതാണ് പെരികാർഡിയം. ഇതാണ് നമ്മളിപ്പോ ബ്രെയിനിനെ നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പറഞ്ഞു, സെറിബ്രോസ്പൈനൽ ദ്രവം പറഞ്ഞില്ലേ, ബ്രെയിനിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹൃദയത്തിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ആവരണത്തിലുള്ള പെരികാർഡിയൽ ആവരണത്തിലുള്ള ആ ഫ്ലൂയിഡാണ് പെരികാർഡിയൽ ദ്രവം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഹൃദയത്തിന്റെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഹൃദയം വികസിക്കുമ്പോൾ, അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങൾക്കിടയിൽ 3 സ്ഥലങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ സ്ഥലങ്ങൾക്കിടയിലുള്ള ഫ്രിക്ഷൻ, ആ ഘർഷണം ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് ആരാണ്, ഈ പെരികാർഡിയമാണ്. ഓക്കെ, അപ്പൊ നട്ടലുള്ള ജീവികളിൽ ഭ്രൂണാവസ്ഥയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഉണ്ടാകുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഹൃദയമാണ്. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷനിൽ മസ്തിഷ്കം എന്ന് കാണും, കരളിന്ന് കാണും, വൃക്കയിൽ കാണും, ഹൃദയം എന്ന് കാണും. ഓക്കെ, അപ്പൊ ഹൃദയമാണ്. ഈ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മാംസപേശികളാണ്, വിശ്രമമില്ലാത്ത അവയവമാണ്, അതുകൊണ്ട് ഫുൾ ടൈം പമ്പിംഗ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോഴും എല്ലാം ഒരു മടിയില്ലാണ്ട് ഡെയിലി പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. പിന്നെ പൊതിഞ്ഞു കാണുന്നതാണ് പെരികാർഡിയം, ഇതിന്റെ അകത്തുള്ള ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ആ പിക്ചർ ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഏകദേശം ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഒന്നും പഠിക്കണ്ട. നമ്മളിപ്പോ ഇതിനകത്ത് കണ്ടല്ലേ, ഇതാണ്ടേ ഈ നീല കളറിൽ ആദ്യം കാണുന്ന ഇതാണ് നമ്മുടെ വലത്തെ ഏട്രിയം. ഏട്രിയം എന്ന് പറഞ്ഞ ഓറിക്കൽ ആണ്, ഏട്രിയം എന്നും പറയും, ഓറിക്കൽ എന്നും പറയാം. ഇത് റൈറ്റ് ഏട്രിയം, ഇതിന്റെ താഴെയായിട്ട് റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഏട്രിയം, വെൻട്രിക്കിൾ. ഏട്രിയം മുകളിലുള്ള അറകളാണ് ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കൽ എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് വെൻട്രിക്കിൾ, ഇവിടെ റൈറ്റ് ഓറിക്കിൾ, ഇവിടെ ലെഫ്റ്റ് ഓറിക്കിൾ. മനസ്സിലായല്ലോ, താഴെ റൈറ്റ് വെൻട്രിക്കിൾ, ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ നീല കളർ കാണുന്ന എല്ലാം റൈറ്റ്, വലതുവശത്തുള്ളത്. ചുമപ്പ് കളർ കാണുന്ന എല്ലാം ലെഫ്റ്റ്. ഓക്കെ, ഇനി ഈ റൈറ്റ് ഓറിക്കിളിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കായിട്ട് നിങ്ങൾ ഇവിടെ ഒരു വാൽവ് കണ്ടില്ലേ, അതാണ് ട്രൈകസ്പിഡ് വാൽവ്. അതായത് 3 ദളങ്ങളുള്ള ഒരു വാൽവാണ് ട്രൈകസ്പിഡ്, ത്രിദള വാൽവ് എന്ന് പറയും. ഓക്കെ, റൈറ്റ് അതായത് വലത്തെ ഓറിക്കിളിനും വലത്തെ വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള ഈ വാൽവ് ആണ് ട്രൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ത്രിദള വാൽവ് എന്ന് പറയും. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ഓറിക്കിളിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് ഇതുപോലൊരു വാൽവ് ഉണ്ട്. ഇത് കണ്ടായിരിക്കും നിങ്ങൾ. ഇതിനെയാണ് നമ്മൾ മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയും. അതായത് ദ്വിദള വാൽവ്, 2 ദളങ്ങളുള്ള വാൽവ്, മിട്രൽ വാൽവ് അല്ലെങ്കിൽ ദ്വിദള വാൽവ്. ഓക്കെ, ഇനി നിങ്ങൾ സ്ലൈഡ് നോക്കിക്കോളൂ. അപ്പൊ ട്രൈകസ്പിഡ് വാൽവ് നമ്മൾ കണ്ടല്ലോ, റൈറ്റ് ഓറിക്കിളിനും റൈറ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓറിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കൃത്രിമ വാൽവുകൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ചിലർക്ക് വാൽവിൽ ബ്ലോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വാൽവ് ഡാമേജ് ഉണ്ടാവും, അങ്ങനെയുള്ള അവർക്ക് ഈ കറക്റ്റ് ആയിട്ട് ബ്ലഡ് പമ്പിങ് നടക്കൂല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൃത്രിമമായിട്ട് ഈ വാൽവ് ഉണ്ടാക്കി വെച്ച് കൊടുക്കും. ആ വാൽവ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചാൽ അത് ടെഫ്ലോൺ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ട്രൈകസ്പിഡ് വാൽവിന്റെ എഴുതുക, വലത്തെ ഓറിക്കലിനെയും വലത്തെ വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിദള വാൽവാണ്, മറ്റേത് ത്രിദള വാൽവാണ്. ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ ദ്വിദള വാൽവാണ്. ഇത് ഇടതേ ഓറിക്കലിനെയും ഇടതേ വെൻട്രിക്കിളിനെയുമാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. കൃത്രിമ വാൽവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചാൽ ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ. സ്ലൈഡ് ഓക്കെ ആണോ?
ഓക്കെ, ഇനി നമ്മുടെ ആദ്യമായിട്ടുണ്ടാകുന്ന അവയവം ഹൃദയമാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ ഹാർട്ട് ബീറ്റ് അനുസരിച്ചിട്ടാണ് കുഞ്ഞിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ ഹൃദയം സ്പന്ദിച്ച് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 4 ആഴ്ച പ്രായമാകുമ്പോഴാണ്. അതായത് ഈ ഭ്രൂണത്തിന് 4 ആഴ്ച പ്രായമാകുമ്പോഴാണ് ഹൃദയസ്പന്ദനം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സാധാരണ ഹൃദയസ്പന്ദനം നമ്മുടെ മനുഷ്യരുടെ ഒരു പ്രായപൂർത്തിയായ മനുഷ്യരിലെ വലുതായ ഒരു മനുഷ്യന്റെ സാധാരണ ഹൃദയസ്പന്ദനം എത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയാലേ, ഒരു മിനിറ്റിൽ 72 തവണയാണ്. 72 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഒരു ഫീറ്റസിന്, അതായത് ഒരു ഭ്രൂണത്തിന് അത് 200 ബീറ്റ് ആയിരിക്കും ഒരു മിനിറ്റിൽ. ഓക്കെ, അതിങ്ങനെ ടപ്പ് 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 അടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 4 ആഴ്ച പ്രായമാകുമ്പോഴാണ്. ഈ അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ 200 തവണ വരെ, 210 വരെയൊക്കെ ആയാലും നോർമലാണ്, 200 വരെയൊക്കെ പോകും ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്, ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഇനി നോർമൽ നമ്മളുടെ കാര്യം പറയുവാണെങ്കിൽ ഒരു മിനിറ്റിൽ 72 തവണയാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി ഈ ഹൃദയസ്പന്ദനത്തിന്റെ ഇൻക്രീസ്ഡ് റേറ്റ്, അതായത് ഹൃദയസ്പന്ദനം കൂടുന്ന ആ അവസ്ഥയെ നമ്മൾ ടാക്കിക്കാർഡിയ എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു 100-ലൊക്കെ കൂടുവാണെങ്കിൽ ഈ ഹൃദയസ്പന്ദനം കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നമ്മൾ ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. അതായത് ഒരു 50-ൽ താഴെയൊക്കെ വരുവാണെങ്കിൽ ബ്രാഡികാർഡിയ എന്ന് പറയും. ഒരു 100-ൽ കൂടുതലൊക്കെ മോളിൽ പോവുകയാണെങ്കിൽ ഒരു ടാക്കിക്കാർഡിയ എന്ന് പറയും. ഇനി ഈ ഹാർട്ട് ബീറ്റ്, അതായത് നമ്മുടെ ഈ ഹൃദയസ്പന്ദനം കുറയ്ക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം സോഡിയം അയോൺസ് ആണ്. അതായത് ഈ പൊട്ടാസ്യം സോഡിയം അയോൺസ് ഈ മസിൽ വഴിയൊക്കെ പോകുന്നതാണ്. അപ്പം മസിൽ ട്രാൻസ്ഫറിന് ഉള്ളതാണ്. അപ്പം ഈ അതിന്റെ ഹൈ ലെവൽസ് ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബി പിയും കൂടുതലായിരിക്കും. അതായത് ഹൈപ്പർ ടെൻഷൻ എല്ലാം കൂടുതലുള്ളവർക്ക് ഈ ഹൃദയസ്പന്ദനം കുറവായിരിക്കും. ഇതിപ്പം ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡിഗ്രി ലെവലിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് അതിനകത്ത് ഇങ്ങനെയായിരുന്നു, താഴെ പറയുന്നതിൽ ഇതിനകത്ത് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെന്നായിരുന്നു. അപ്പൊ അതിൽ പൊട്ടാസ്യം ആൻഡ് സോഡിയം അയോൺസ് ആയിരുന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഈ ടേംസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഈ ടാക്കിക്കാർഡിയ അതുപോലെ ബ്രാഡികാർഡിയ, ഇതങ്ങനെ ടാക്കിക്കാർഡിയം ബ്രാഡികാർഡിയ ഒന്നും അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇത് ചോദിച്ചിട്ടുണ്ട് ഭ്രൂണത്തിന്റെ 4 ആഴ്ച പ്രായമാകുമ്പോൾ അതുപോലെ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞാൽ 200 പെർ മിനിറ്റ് ആണ്. നമ്മുടെ പ്രായപൂർത്തിയ ഒരാള് 72 പെർ മിനിറ്റ് ആണ്. ഇതൊക്കെ ഈ ടേംസ് ഒക്കെ പഠിക്കാൻ എളുപ്പമുണ്ട്. നിങ്ങളിപ്പോ ഒന്ന് ഓടിയൊക്കെ വരുവാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്ത്, നിങ്ങൾ കുറെ പേര് ജിമ്മിലൊക്കെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ പോയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഹൃദയസ്പന്ദനം കൂടിയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ഇപ്പൊ എന്റെ സ്റ്റേറ്റ് ടാക്കിക്കാർഡിയ സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ എന്റെ സ്റ്റേറ്റ് ബ്രാഡികാർഡിയ ആണ്, സാധാരണ എന്നെക്കാളും കുറവായിരിക്കും. ഓക്കെ, ഈ സ്ലൈഡ് ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതിന് അടുത്തത് നമ്മള് കുറച്ച് ടഫ് അല്ല, എന്നാലും കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പോ നേരത്തെ നീല കളറും ചുമപ്പ് കളറും പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ ആ നീല കളറും ചുമപ്പ് കളറും കാണിക്കുന്നത്, ഞാൻ നീല കളറുള്ളത് എന്താണ്? ഓക്സിജൻ ഇല്ലാത്ത രക്തം, അതായത് അശുദ്ധ രക്തത്തിനെയാണ് നമ്മൾ ഓക്സിജൻ ഇല്ലാത്ത രക്തം എന്ന് പറയുന്നത്. ആ നീല കളറിനെയാണ് ഓക്സിജൻ ഇല്ലാത്ത രക്തം. അത് വലതുവശത്താണ് നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ ഇടതുവശത്ത് കണ്ടത് എന്തായിരുന്നു? ഓക്സിജൻ ഉള്ള രക്തം, അതായത് ശുദ്ധരക്തമായിരുന്നു. ഓക്സിജൻ ഉള്ള രക്തം ശുദ്ധരക്തമാണ്. ആ ശുദ്ധരക്തങ്ങളെ വഹിക്കുന്നതാണ്. സ്ലൈഡ് ഒന്നുകൂടി കാണിക്കും സർ. ഏത് പിക്ചർ ആണോ? അതെ അതെ. ഓക്കെ, ഈ ചുമപ്പ് കളർ കണ്ടില്ലേ? ഈ ചുമപ്പ് കളർ കാണുന്നതാണ് നമ്മുടെ ശുദ്ധരക്തമുള്ളത്. ശുദ്ധരക്തമുള്ളതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ളത്. ഓക്സിജൻ ഇല്ലാത്ത രക്തമുള്ള അറകളാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നീല കളറുള്ള ഭാഗങ്ങൾ, അതായത് വലതുവശം മൊത്തം നീല കളറും ഇടതുവശത്ത് മൊത്തം നിങ്ങൾ ചുമപ്പ് കളറും അല്ലേ കാണുന്നത്? ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് പറയാം. ഇതിനകത്ത് ഈ ചുമപ്പ് കളർ കാണുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ശുദ്ധരക്തമാണ് ഉള്ളത്. ഈ ശുദ്ധരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതേറ മൊത്തം ഈ ശുദ്ധരക്തം വഹിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചപ്പോഴും ധമനികളാണ്. ഓക്കെ, ധമനികൾ എന്ന് പറഞ്ഞാൽ ആർട്ടറീസ്, അതായത് രക്തക്കുഴലുകൾ. ഈ സ്ലൈഡ് ചോദിച്ചാൽ ഓക്കെ ആയോ? ഓക്കെ 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 ഓക്കെ, അപ്പൊ നമ്മൾ ശുദ്ധരക്തത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ഈ ശുദ്ധരക്തം നമ്മുടെ രക്തക്കുഴലുകൾ 3ആയിട്ട് നമുക്ക് തിരിക്കാം. ധമനികളെന്നും സിരകളെന്നും അതുപോലെ ലോമികകൾ എന്ന് പറയും. അതായത് ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. അത്രയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. പൊതുവെ ചോദിക്കുകയാണെങ്കിൽ ശുദ്ധരക്തം വഹിക്കുന്ന ആൾക്കാർ ആരാ? ധമനികളാണ്, അതായത് ആർട്ടറീസ് ആണ്.
നമ്മുടെ ശരീരത്തിലേക്ക് ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാരാ? ആർട്ടറീസ്, അതല്ലെങ്കിൽ ധമനികൾ. അശുദ്ധരക്തം വഹിക്കുന്ന ആൾക്കാരാരാ? സിരകൾ അല്ലെങ്കിൽ വെയിൻസ്. ഈ കാപ്പിലറീസ് എന്ന് പറഞ്ഞ ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. ചെറിയ ബ്ലഡ് വെസൽസ് ആണ്, അത് അത്ര ചോദിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്: ധമനികൾ, സിരകൾ, അതുപോലെ ലോമികകൾ എന്ന് പറയും. ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. അതിനകത്ത് ഈ രക്തം വഹിക്കുന്ന ആൾക്കാർ ഇവരാണ്, ധമനികളും സിരകളുമാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ആൾക്കാരാരാ? ധമനികൾ അല്ലെങ്കിൽ ആർട്ടറീസ് ആണ്. അശുദ്ധരക്തം വഹിക്കുന്ന ആൾക്കാരാരാ? സിരകൾ അല്ലെങ്കിൽ വെയിൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറയുന്നത് ഇതിന്റെ എക്സെപ്ഷൻ ആണ്. ഓക്കെ, അതായത് ഒരേ ഒരു ആർട്ടറി മാത്രമേ ഉള്ളൂ അശുദ്ധ രക്തം വഹിക്കുന്ന ആർട്ടറി. ദ ഓൺലി ആർട്ടറി വിച്ച് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ്. അതായത് അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് പൾമോണറി ആർട്ടറി, അതായത് ശ്വാസകോശ ധമനി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ധമനികളുടെ ധർമ്മം എന്താണ്? ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. പക്ഷെ ഈ ഒരു ധമനി മാത്രം എന്താണ്? അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. ശരീരത്തിലുള്ള ഒരേ ഒരു ധമനിയാണ് അശുദ്ധ രക്തം വഹിക്കുന്ന, അതാണ് പൾമോണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി. അത് റൈറ്റ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലങ്സ്, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് മൊത്തം അശുദ്ധ രക്തമല്ലേ, അവിടെ നിന്ന് ഈ ശ്വാസകോശ ധമനി ശ്വാസകോശത്തിലേക്ക്, ശ്വാസകോശ ധമനി എന്നല്ലേ, ശ്വാസകോശത്തിലേക്ക് ഈ അശുദ്ധ രക്തം കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട. അത് 2 ടൈപ്പുള്ള സർക്കുലേഷൻ ആണ്: പൾമണറി സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ എന്നൊക്കെ പറയും. അപ്പം നിങ്ങളിപ്പോ PSCക്ക് ഇപ്പം നിങ്ങൾക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് ഈ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ധമനികൾ, അതായത് ശുദ്ധരക്തം വഹിക്കുന്ന ആൾക്കാർ. അതുപോലെ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന ആൾക്കാരും ധമനികളാണ്, ആർട്ടറീസ്. അപ്പൊ ഈ ശുദ്ധരക്തത്തിന്റെ ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ആ ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ഒരേ ഒരു ധമനിയാണ്. അശുദ്ധ രക്തം സംവഹിച്ചു കൊണ്ടുപോകുന്ന ഒരേ ഒരു ധമനിയാണ്. അത് നമ്മുടെ വലത്തെ വെൻട്രിക്കിളിൽ നിന്നും ശ്വാസകോശത്തിലേക്കാണ് അശുദ്ധ രക്തം. വലത് സൈഡ് മൊത്തം അശുദ്ധമല്ലേ, ആ വലത് സൈഡിലെ വെൻട്രിക്കിൾ, അടിയിലത്തെ വെൻട്രിക്കിളിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ആളാണ് ആര്? ശ്വാസകോശ ധമനി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. നമ്മൾ പറഞ്ഞില്ലേ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന ആൾക്കാരാരാ? അശുദ്ധ രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് നമ്മൾ സിരകൾ അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിനും എക്സെപ്ഷൻ ഉണ്ട്. ശരീരത്തിലുള്ള ഒരു വെയിൻ ശുദ്ധരക്തം വഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ അശുദ്ധ രക്തം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലങ്സിൽ അശുദ്ധ രക്തം കൊണ്ടെത്തിച്ചല്ലോ, ഈ ലങ്സിൽ നിന്ന് നമ്മുടെ ലെഫ്റ്റ് ഓറിക്കിലേക്ക്, ലെഫ്റ്റ് സൈഡ് മൊത്തം ശുദ്ധരക്തമല്ലേ, അപ്പം ലെഫ്റ്റ് ലങ്സിൽ നിന്ന് ഈ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് ശുദ്ധരക്തം കൊണ്ടുവരുന്ന ഒരേ ഒരു സിരയാണ് പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര എന്ന് പറയും. ഓക്കെ, പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര. ഇതിപ്പോ നിങ്ങൾ എവിടെ നിന്ന് എവിടെ വരെ ഒന്നും അത്ര ഡീറ്റെയിൽ പഠിക്കണ്ട, ജസ്റ്റ് ഇത്ര കാര്യം ഓർത്താൽ മതി. സാധാരണ ധമനികൾ എങ്ങനെയാ? ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ്, ശുദ്ധരക്തമാണ് സംവഹിക്കുന്നത്. സിരകൾ എന്താ? അശുദ്ധ രക്തമാണ് സംവഹിക്കുന്നത്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇതിന് രണ്ടിന്റെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതായത് ശ്വാസകോശ ധമനി, അതായത് പൾമണറി ആർട്ടറി. ഇതെന്താ? അശുദ്ധ രക്തം സംവഹിക്കുന്ന ശരീരത്തിലെ ഒരേ ഒരു ധമനി. അത് ഏതെന്ന് ചോദിച്ചാൽ ശ്വാസകോശ ധമനി. അത്രേ ഓർക്കാം. അടുത്തത് ശുദ്ധരക്തം സംവഹിക്കുന്ന ശരീരത്തിലെ ഒരേ ഒരു സിര, അതേതാ? പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര. ഓക്കെ ആണോ? ഓക്കെ, ഇനി ആ പ്രോസസ്സ് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾക്ക് പറയാനാണെങ്കിൽ നിങ്ങൾ നോക്കാം. എന്തായാലും എല്ലാവർക്കും ഹൃദയം ഉണ്ടല്ലോ. അപ്പം ഇപ്പൊ നമ്മൾ ഇതാണ്ട് ഇവിടെ ലെഫ്റ്റ് ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ അയോർട്ട എന്ന് പറഞ്ഞ ഇതാണ് ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത്. നമ്മൾ ധമനികളിൽ പറയുമ്പോൾ ഈ അയോർട്ട കണ്ടില്ലേ, ഈ അയോർട്ടയാണ് ഈ ഇവിടെ നിന്ന് ശുദ്ധരക്തം കൊണ്ടുപോയി നമ്മുടെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലെല്ലാം ശുദ്ധരക്തം കൊണ്ടുപോയി കൊടുക്കുന്നത്. ലാസ്റ്റ് ഇവിടെ നിങ്ങൾ ഈ നീല കളറിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ, സുപ്പീരിയർ വീനാ കാവ, ഇൻഫീരിയർ വീനാ കാവ എന്ന് പറയുന്നത്. ഇതാണ് ശരീരത്തിൽ നിന്നുള്ള ബാക്കി എല്ലാ അശുദ്ധ രക്തങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ റൈറ്റ് ഓറിക്കിളിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാർ. സുപ്പീരിയർ വീനാ കാവ എന്ന് പറഞ്ഞാൽ ഊർധ്വ മഹാസിരയാണ്, അതായത് നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തുള്ള തലച്ചോറ് അങ്ങനെ ഭാഗത്തുള്ള യൂസ്ഡ് ആയിട്ടുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ്. ഈ ഇൻഫീരിയർ വീനാ കാവ എന്ന് പറഞ്ഞാൽ അധോ മഹാസിരയാണ്, അതായത് കാല് തൊട അവിടെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഈ സുപ്പീരിയർ വീനാ കാവ, ഇൻഫീരിയർ വീനാ കാവ. അതുകൊണ്ടാണ് ഈ സൈഡ് ഫുള്ള് നീലിച്ചിരിക്കുന്നത്, ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട്. ഈ സൈഡ് ഫുള്ള് ചുമന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് ശുദ്ധരക്തമാണ്. അപ്പൊ ശുദ്ധരക്തോലെ ശരീരത്തിലോട്ട് എല്ലായിടത്തും പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അയോർട്ടയാണ്. അപ്പൊ ഏറ്റവും വലിയ ധമനി ഏതെന്ന് ചോദിച്ചാൽ അയോർട്ടയാണ്. ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതെന്ന് ചോദിച്ചാൽ അയോർട്ടയാണ്. ശരീരത്തിലേക്ക് എല്ലായിടത്തും, ഹൃദയത്തിൽ നിന്നും ശരീരത്തിലേക്ക് എല്ലായിടത്തും രക്തം പമ്പ് ചെയ്യുന്ന രക്തക്കുഴൽ ഏതെന്ന് ചോദിച്ചാലും അയോർട്ടയാണ്. ഈ കാണുന്ന വലിയ രക്തക്കുഴൽ മഹാധമനി എന്ന് പറയും.
അയോർട്ടയുടെ മലയാളമാണ് മഹാധമനി. ഏറ്റവും വലിയ ധമനിയാണ് മഹാധമനി അല്ലെങ്കിൽ അയോർട്ട. ശരീരത്തിലേക്ക് എല്ലായിടത്തും ശുദ്ധരക്തം എത്തിക്കുന്ന ആളാണ് ഈ അയോർട്ട അല്ലെങ്കിൽ മഹാധമനി. ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതെന്ന് ചോദിച്ചാലും ഈ അയോർട്ട അല്ലെങ്കിൽ മഹാധമനിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടല്ലേ പൾമണറി ആർട്ടറി കണ്ടില്ലേ? ഇവിടെ നിന്നാണ്ട് ഇംപ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്നു. പൾമണറി വെയിൻ കണ്ടില്ലേ? പ്യൂർ ബ്ലഡും കൊണ്ടുവരുന്നു. ഓക്കെ, ഞാൻ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അതിന്റെ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയുള്ളൂ. ഇത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോ ധമനികളുടെ കാര്യം പറഞ്ഞില്ലേ, അയോർട്ടയും അതെല്ലാം കാര്യം പറഞ്ഞു. ഈ ഹാർട്ടിന്റെ മസിൽ മാംസപേശികൾ കൊണ്ടല്ലേ ഹൃദയം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ആ ഹൃദയപേശികൾക്ക് രക്തം വേണ്ടേ? അതിന്റെ പോഷണവും അതിന്റെ കാര്യങ്ങളും നിർത്താൻ ആ ഹൃദയപേശികൾക്കുള്ള രക്തം അത് സംവഹനം ചെയ്യുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ കൊറോണറി ധമനികളാണ്. കൊറോണറി ആർട്ടറീസ് എന്ന് പറയും. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം, കൊറോണറി ധമനികൾ, അത്രയേ ഉള്ളൂ. ഹൃദയപേശികൾക്ക് രക്തം സംവഹനം സാധ്യമാക്കുന്ന ധമനികൾ ഏതെന്ന് ചോദിച്ചാൽ കൊറോണറി ധമനികൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ കാപ്പിലറീസ് ആയിട്ട് രക്തക്കുഴലുകൾ പറഞ്ഞില്ല, അതിനെ ലോമികകൾ എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കണ്ട. കാപ്പിലറീസ് അങ്ങനെ അതൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ സയൻസ് ആയിട്ട് റിലേറ്റഡ് ടെക്നിക്കൽ എക്സാംസിനൊക്കെ അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവില്ല. സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് ആണെന്ന് ആലോചിക്കുക. ഏറ്റവും ചെറിയ രക്തക്കുഴൽ ഏതെന്ന് ചോദിച്ചാൽ ലോമികകളാണ്. ലോമികകൾ. ഏറ്റവും വലിയ സിര ഏതാണ്? ഏറ്റവും വലിയ സിര അധോമഹാസിരയാണ്, അതായത് ഇൻഫീരിയർ വീന കാവ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ലാർജസ്റ്റ് ധമനി, അതായത് ഏറ്റവും വലിയ ധമനി അല്ലെങ്കിൽ ആർട്ടറി എന്ന് പറയുന്ന അയോർട്ടയാണ്. ഏറ്റവും വലിയ സിര അല്ലെങ്കിൽ വെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ അധോമഹാസിരയാണ്. നമ്മൾ ഊർധ്വമഹാസിരയും അധോമഹാസിരയാണ് ശരീരത്തിൽ നിന്നുള്ള അശുദ്ധ രക്തം എല്ലാം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ വലത് ഓറിക്കുള്ളിലോട്ട്, വലത് ഏറ്റിരത്തിലോട്ട്. അതാണ് അധോമഹാസിര. അതിനെ ഇൻഫീരിയർ വീന കാവ എന്നാണ് പറയുന്നത്. അത് താഴെ, ശരീരത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്ന്. അപ്പൊ എഴുതിക്കോണേ, അയോർട്ടയുടെ അവിടെ അയോർട്ട എന്നായിരിക്കില്ലേ ചിലപ്പോൾ ചോദിക്കുന്നത്, മഹാധമനി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ ധമനി മഹാധമനിയാണ്. ഏറ്റവും വലിയ സിര മഹാസിര തന്നെ, പക്ഷെ അധോമഹാസിര, ശരീരത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ വരുന്നത്. വേറൊരു മഹാസിരയുണ്ട്, ഊർധ്വമഹാസിരയുണ്ട്. അത് അത്രയും വലുതല്ല. അധോമഹാസിരയാണ് ഏറ്റവും വലുത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഹൃദയസ്പന്ദനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. ഈ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് ഹൃദയത്തിന്റെ ഒരു നോഡുണ്ട്, ഒരു എസ് എ നോഡ് എന്നാണ് അതിന് പറയുന്നത്. സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ എസ് എ നോഡ് അല്ലെങ്കിൽ സൈനസ് നോഡ് എന്ന് പറയും. അപ്പൊ ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഈ പേസ് മേക്കർ ആണ്. അതായത് നമ്മുടെ ഈ സൈനോ ഏട്രിയൽ നോഡ് അത് നാച്ചുറലി നമ്മുടെ ഹൃദയസ്പന്ദനത്തിന് തുടങ്ങുന്ന സ്ഥലമാണ് ഈ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയസ്പന്ദനത്തിന്റെ താളം തെറ്റും. അതായത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു റിഥം തെറ്റും. ഒന്നില്ലെങ്കിൽ അതിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, അത് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞിട്ട് സ്പീഡ് കൂടി വരും, അങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പോയിന്റ് നിങ്ങൾ ആദ്യം എഴുതണേ. നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ഹാർട്ട്, അതായത് ഹൃദയത്തിന്റെ നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുന്നത് ഈ സൈനോ ഏട്രിയൽ നോഡാണ്. ഇവിടെ നിന്നാണ് ഹൃദയസ്പന്ദനം തുടങ്ങുന്നത്. ഇതിന് ഈ സൈനോ ഏട്രിയൽ നോഡെന്നോ അല്ലെങ്കിൽ എസ് എ നോഡെന്നോ അല്ലെങ്കിൽ സൈനസ് നോഡെന്നോ ആയിരിക്കും ചോദിക്കുക. ഇത് അപ്പർ റൈറ്റ് ഓറിക്കിൾ, ഈ അതായത് നമ്മുടെ വലതേ ഓറിക്കിൾ ഏട്രിയത്തിന്റെ മുകളിലായിട്ടാണ് ഇത് കാണുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത്. അതുകൊണ്ട് നാച്ചുറൽ പേസ് മേക്കർ, ഹൃദയത്തിന്റെ നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുന്നത് ഈ സൈനോ ഏട്രിയൽ നോഡാണ്, അല്ലെങ്കിൽ എസ് എ നോഡാണ്, അല്ലെങ്കിൽ സൈനസ് നോഡാണ്. ഇനി ഈ എസ് എ നോഡിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയ എന്ത് ചെയ്യും? നമ്മുടെ ഹാർട്ട് റിതം തെറ്റും. ഹാർട്ട് റിതം തെറ്റിയാൽ പിന്നെ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ പറഞ്ഞില്ലേ, ശുദ്ധരക്തം അശുദ്ധരക്തം എല്ലാം കൂടി മിക്സഡ് ആയി പോകും, പിന്നെ ആകെ മരണാവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ അബ്നോർമൽ ഹാർട്ട് റിതം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലി വെക്കുന്ന സാധനമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഹൃദയത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മുടെ ഹൃദയം ഫംഗ്ഷൻ ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എന്താ? ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആക്കുക, ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് ചെയ്യാത്തതുകൊണ്ട് ഈ ഹൃദയത്തിന്റെ ഹൃദയമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാരാണ്? പേസ് മേക്കർ ആണ്. പേസ് മേക്കർ ഉണ്ടെങ്കിൽ നോർമൽ ഹാർട്ട് ബീറ്റ് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ഈ അബ്നോർമൽ ഹാർട്ട് റിതം, അതായത് എന്താ നോർമൽ അല്ലാത്ത ഈ ഹാർട്ട് റിതം അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി വെക്കുന്ന ഒരു സാധനമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഹൃദയത്തിന്റെ ഹൃദയം എന്നാണ് പറയുന്നത്. ഇനി നാച്ചുറലി നമ്മുടെ ഹൃദയത്തിലുള്ള പേസ് മേക്കർ, നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നാണ്. അതുകൊണ്ട് എന്തിനാ പറയുന്നത്? സൈനോ ഏട്രിയൽ നോഡിനെ പറയുന്നത്.
ഓക്കെ അല്ലേ? ഈ നാച്ചുറൽ പേസ് മേക്കർ എസ്ഐനോട് ചോദിക്കുന്നതാണ് കേട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഹൃദയത്തിന്റെ ഹൃദയം ഏതെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രകൃതിദത്തമായ പേസ് മേക്കർ, അതായത് നാച്ചുറൽ പേസ് മേക്കർ ഹൃദയത്തിന്റെ ഏതെന്ന് ചോദിക്കാറുണ്ട്, എസ്ഐനോടാണ്. ഈ സൈനസ് നോഡ് ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ക്വസ്റ്റ്യനിൽ സൈനസ് നോഡ് ഉണ്ടായിരുന്നു ഓപ്ഷനിൽ. നിങ്ങൾ എസ്ഐ നോഡ് നോക്കി നടക്കുമ്പോൾ സൈനോ എട്രിയൽ നോഡെന്നോ സൈനോ ഓറിക്കുലാർ നോഡെന്നോ വരാം, അല്ലെങ്കിൽ സൈനസ് നോഡെന്ന് വരാം. അപ്പൊ ഒരു ഇതിനകത്ത് സൈനസ് നോഡെന്നായിരുന്നു, അങ്ങനെ ഇതിനെ പറയും. സ്ലൈഡ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് രക്തസമ്മർദ്ദത്തിന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ബ്ലഡ് വെസൽസ്, ഈ നമ്മുടെ അതായത് രക്തക്കുഴലുകൾ രക്തത്തിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ആ സമ്മർദ്ദം, ഈ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് നമ്മുടെ രക്തക്കുഴലുകൾ രക്തം പമ്പ് ചെയ്യാൻ വേണ്ടി, രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കില്ല, അതിന് എക്സേർട്ട് ചെയ്തിരിക്കുന്ന ആ പ്രഷറാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, അതായത് സിസ്റ്റോളിക് പ്രഷറും ഉണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഈ ചേമ്പേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഓറിക്കിൾസും വെൻട്രിക്കിൾസും, ഈ അറകൾ, അതായത് ആ ചേമ്പേഴ്സ്, ഹൃദയ അറകൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതായത് സിസ്റ്റമിക് SS എന്നല്ലേ, അപ്പൊ നിങ്ങൾക്ക് സങ്കോചം എന്ന് നോക്കാം, സിസ്റ്റോളിക് സങ്കോചം. ഓക്കെ, അതായത് കൺട്രാക്ഷൻ, സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് എന്ത്, സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ സിസ്റ്റോളിക് പ്രഷറിന്റെ വാല്യൂ ആണ് നമ്മൾ 120 mm/Hg. 120 mm Hg എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ, കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, Hg എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ കെമിക്കൽ നെയിം ആണ്, കെമിക്കൽ ഫോർമുലയാണ്. അപ്പൊ 120 mm Hg ഇത് ഇങ്ങനെ തന്നെ എഴുതണേ. ചിലപ്പം ഈ പ്രഷർ, സിസ്റ്റോളിക് പ്രഷർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വാല്യൂ ഈ യൂണിറ്റ് മാറ്റി ചിലപ്പോൾ കൊടുക്കും. അപ്പൊ മില്ലിമീറ്റർ Hg എന്നാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല്. അതായത് നമ്മുടെ, നിങ്ങൾക്ക് BP നോക്കിയിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ, എന്താണ് നമ്മുടെ ഈ സ്പിഗ്മോ മാനോമീറ്റർ വെച്ചിട്ട് നിങ്ങളുടെ BP ഒരു പഫ് കയ്യിൽ കെട്ടി വെക്കും, എന്നിട്ട് അത് വെച്ച് നമ്മൾ വാല്യൂ നോക്കുമ്പോൾ ഒരു മെർക്കുറി കോളം അല്ലേ മുകളിലോട്ടും താഴോട്ടും പോകുന്നത്. അല്ലെ, നിങ്ങൾ ആരെങ്കിലും BP നോക്കിയിട്ടുണ്ടോ ഇതുവരെ? നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു മെർക്കുറി കോളം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകുന്ന കണ്ടിട്ടില്ലേ? ഒരു നമ്മള് ആ എന്താണ് ഡോക്ടർ ഇത് ആ പഫ് വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു മെർക്കുറി കോളം മുകളിലോട്ടും താഴോട്ടും പോകത്തില്ലേ BP പാരറ്റസിന്റെ? അതാണ് ആ 1 മില്ലിമീറ്റർ മെർക്കുറിയിലുള്ള വാല്യൂ ആണ് കാണിക്കുന്നത്. അതിൽ 120 എന്ന് പറയുന്നതാണ് നോർമൽ വാല്യൂ. ഓക്കെ, അപ്പൊ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ അറകളുടെ സങ്കോചം മൂലം ഉണ്ടാകുന്ന, അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ കൺട്രാക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്തുണ്ടാകുന്നത്, സിസ്റ്റോളിക് പ്രഷർ ഉണ്ടാകുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 120 mmHg ആണ്. ഇനി അടുത്തത് ഡയസ്റ്റോളിക് പ്രഷർ ആണ്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയിൽ ഉണ്ടാകുന്നത്, അതായത് റിലാക്സേഷൻ ഫേസിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോഴും ഒരു പ്രഷർ ഉണ്ട്, ഹൃദയം വിശ്രമമില്ലാണ്ട് ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ ഡയസ്റ്റോളിക് സമയത്ത്, അതായത് വിശ്രമാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രഷറാണ് കുറവായിരിക്കുമല്ലേ. അപ്പൊ വിശ്രമാവസ്ഥയില് അങ്ങനെ ഉണ്ടാകുന്ന പ്രഷറാണ് 80 mm/Hg. ഓക്കെ, 80 mm/Hg. അങ്ങനെ നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm/Hg. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും അതുപോലെ ഡെയിലി ലൈഫിലും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ വാല്യൂ. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം, 120/80 mm/Hg. കാരണം പലരും ഇത് തിരിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്, 80/120 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, സിസ്റ്റോളിക് ബൈ ഡയസ്റ്റോളിക് ആ വാല്യൂ ആണ് ഇത്, 120/80 ആണ്. ഇതിങ്ങനെ ഈ വാല്യൂ ഇങ്ങനെ തന്നെ 120/80 തന്നെ പഠിക്കാം. ഇതിന്റെ യൂണിറ്റ് മില്ലിമീറ്റർ/Hg ആണ്. സിസ്റ്റോളിക് പ്രഷറാണ് 120 mmHg, ഡയസ്റ്റോളിക് പ്രഷറിനാണ് 80 mm/Hg. സിസ്റ്റോളിക് പ്രഷർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ സങ്കോചം മൂലമാണ്, കൺട്രാക്ഷൻ മൂലമാണ്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ വിശ്രമാവസ്ഥയിലുള്ളതാണ്, റിലാക്സേഷൻ ഫേസിലുള്ളതാണ്. അപ്പൊ നോർമൽ BP എത്രയെന്ന് ചോദിച്ചാൽ 120/80 mmHg ആണ്. ഓക്കെ, ഇനി BP നമ്മൾ BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞില്ലേ, ആ BP ബ്ലഡ് പ്രഷർ നോക്കുന്ന ആ ഉപകരണം, സാധാരണയായിട്ട് ബ്ലഡ് പ്രഷർ നോക്കുന്ന ആ ഉപകരണത്തിന്റെ പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ. ഓക്കെ, ഇതും പഠിക്കുക, സ്പിഗ്മോ മാനോമീറ്റർ ഇതും ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച ആളാണ് ജൂലിയസ് ഹാരിസൺ. ഓക്കെ, അപ്പൊ സ്പിഗ്മോ മാനോമീറ്റർ കണ്ടുപിടിച്ച ആളാണ് ജൂലിയസ് ഹാരിസൺ. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് അറിയാം, രക്തസമ്മർദ്ദം സാധാരണ, അതായത് 120/80 mmHg കൂടുന്ന അവസ്ഥയാണ് എന്ത്, ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ പ്രായം കൂടുന്തോറും ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ റിലേറ്റ് ചെയ്തൊരു കാര്യം പറയുകയാണെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ നമ്മുടെ ഏജ് അനുസരിച്ച് കൂടും. ഇപ്പൊ ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് 120 mm അല്ല ഒരു 140 അല്ലെങ്കിൽ 150 mm വരെയൊക്കെ വന്ന് വിചാരിച്ച്
വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ഡയസ്റ്റോളിക് പ്രഷർ വേരി ചെയ്യാൻ പാടില്ല. ഡയസ്റ്റോളിക് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അത് പ്രായം കൂടുന്നതോ അല്ലെങ്കിൽ അല്ലാതെ ഒന്നും വേരി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 50 വയസ്സുള്ള ആൾക്ക് ഒരു 130 mmHg ഉണ്ടെന്ന് ചോദിച്ചാൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 40 വയസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ 50 വയസ്സുള്ള ഒരാൾക്ക് ഈ വാല്യൂ മാറിയ, അതായത് 80 മാറി 90 ആവാം അല്ലെങ്കിൽ 100 ആവാം, ആ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് ഇത് രണ്ടും കൂടുതലായിരിക്കും. എന്തായാലും ഈ ഡയസ്റ്റോളിക് പ്രഷർ ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതാണ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കേണ്ടത്. ഇത് കൂടുമ്പോഴാണ് ഹൃദയത്തിന് തകരാറുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് കില്ലർ ആണ്. നമുക്ക് നേരത്തെ അറിയാലേ, നിശബ്ദനായ കൊലയാളിയാണ്. നമ്മൾ അറിയത്തില്ല. എല്ലാവരും ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് വേറെ എന്തെങ്കിലും അസുഖത്തിന് അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും അസുഖത്തിന് കാരണമാകാം. അപ്പൊ നമുക്ക് സൈലന്റ് കില്ലർ ആണ്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. അപ്പൊ അവർക്കൊക്കെ അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അതുപോലെ ഈ രക്തസമ്മർദ്ദം കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് എന്ത്, ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവാണ്. അപ്പൊ ഓക്കെ, കുറഞ്ഞു വരുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ അല്ലേ. ഓക്കെ, അപ്പൊ ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ്. അതായത് ഈ വാല്യൂ ഒരു 90/50 അങ്ങനെയൊക്കെ ആവും. ഒത്തിരി അങ്ങ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തലചുറ്റി വീഴും. ശരിക്കും ഹൈപ്പർ ടെൻഷനേക്കാളും ഭീകരമായ അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്, കുറഞ്ഞു പോകുന്ന അവസ്ഥ. അത് നമ്മൾ അറിയത്തില്ല. അപ്പം പിന്നെ പെട്ടെന്ന് തലചുറ്റി വീഴും. പെട്ടെന്ന് ഇപ്പം കൂടുതലാണെങ്കിൽ കുറയ്ക്കാനുള്ള മരുന്നുകളല്ലേ കൂടുതലായിട്ടും ഉള്ളത്. ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം കൂടിയുള്ള ആൾക്കാർക്ക് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് കൂടുതലും ഉള്ളത്. ഹൈപ്പോ ടെൻഷൻ എന്നുള്ള അവസ്ഥ ഉള്ളവര് സ്ഥിരമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും കാണുമല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ കാണും. ലോ ബി പി ഉള്ള ആൾക്കാർ കാണും ഈ കൂട്ടത്തിൽ തന്നെ. അങ്ങനെയുള്ളവര് ഈ സ്ഥിരമായിട്ട് ഉപ്പ്, അതുപോലെ അയോൺസ് ഉള്ള സാധനങ്ങൾ, അയോഡൈസ്ഡ് ഉപ്പ്, അതുപോലെ എന്താണ് കടൽ മീൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളെല്ലാം ഫുഡിലെല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ യോഗ, എക്സസൈസ് അതുപോലെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹോർമോൺസ് എല്ലാം തൈറോയിഡ് അതുപോലുള്ള ഹോർമോൺസ് എല്ലാം നോർമൽ ആവുമ്പോൾ ബാക്കിയുള്ളതും കൂടി നോർമൽ ആവും. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയായിരുന്നോ? വാല്യൂസ് എല്ലാം കിട്ടിയായിരുന്നോ? ഓക്കെ, ആർക്കെങ്കിലും ഇതിനകത്ത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ? കൂടുതൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ബി പി നോക്കിയെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ? അവർക്കെല്ലാം നോർമൽ ആയിരുന്നോ? ഇടക്ക് കുറയാറുണ്ടായിരുന്നു. കൂടുതലായിരുന്നോ? കുറയാറുണ്ടായിരുന്നു. അപ്പം തലചുറ്റൽ വരുമ്പോ ചെക്ക് ചെയ്യാറുണ്ട്. എപ്പോഴും അല്ല, ഇടക്കൊക്കെ. ഓക്കെ ഓക്കെ, അങ്ങനെയുള്ളവര് സൂക്ഷിക്കുക. ഇടയ്ക്ക് ഇപ്പം ചോറ് കഴിക്കുമ്പോഴായാലും ഉപ്പൊക്കെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. വേരിയേഷൻസ് വരാറുണ്ട്. വേരിയേഷൻസ് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നിങ്ങളൊന്ന് ഓടിക്ക വെച്ച് വന്നിട്ട് പെട്ടെന്ന് നോക്കി ബി പി എടുത്താൽ കൂടുതലായിരിക്കും. മിക്കവർക്കും സാധാരണ നമ്മുടെ ഈ പ്രായത്തിൽ കൂടുതൽ എല്ലാവർക്കും കുറവാണ് ചാൻസ്. ഒരു ആഫ്റ്റർ 40 അതെല്ലാം കഴിയുന്നതാണ് കൂടുതലും നോർമലി കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഈ 120/80. ഇനി ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആയാലും ഈ വാല്യൂ പറയുമ്പോൾ നിങ്ങൾ തിരുത്തി കൊടുക്കണേ. 120/80 ആണ് നോർമൽ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ഹാർട്ടിന്റെ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളാണ്. ഒരുപാടൊന്നുമില്ല, ഇതങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കാറുമില്ല. അപ്പം അതിലൊന്നാമതാണ് നമ്മൾ അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ധമനി കാഠിന്യം, ഹാർഡനിങ് ഓഫ് ആർട്ടറീസ് ആണ് അതിന് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുമ്പോൾ ഈ ധമനികളുടെ ഭിത്തിയില്, അതായത് ആർട്ടറിയുടെ വാളില് ഈ ആർട്ടറിയുടെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ബ്ലഡ് വെസൽസിന്റെ പ്രഷർ അല്ലേ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും, ഈ ആർട്ടറിയുടെ വാളിലല്ലേ ഈ കൊളസ്ട്രോൾ എല്ലാം വന്ന് അടിഞ്ഞു കിടക്കുന്നത്. അപ്പം ഈ ആർട്ടറിയുടെ വാള് കട്ടിയാവും, ഹാർഡനാവും. ഹാർഡനായി കഴിയുമ്പോൾ എന്ത് പറ്റും, അത് മര്യാദക്ക് പമ്പ് ചെയ്യാൻ പറ്റൂല, മര്യാദക്ക് ബ്ലഡ് വെസൽസ് ഒഴുകി പോകാൻ പറ്റൂല. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുമ്പോൾ ഈ ധമനികളുടെ ഭിത്തികളിൽ ഇത് വന്ന് അടിഞ്ഞു കൂടും, കൊളസ്ട്രോൾ വന്ന് അടിയും. അതുകൊണ്ട് എന്ത് പറ്റും, നോർമൽ ബ്ലഡ് ഫ്ലോ സാധ്യമാകാതെ വരും. ഈ ധമനികൾ കഠിനമാവും, കാഠിന്യം കൂടും, ഹാർഡനിങ് ഓഫ് ആർട്ടറീസ് സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഒരു 200-നൊക്കെ പുറത്ത് ഒരുപാട് ഭയങ്കരമായ ഒരു 300-400 ഒക്കെ, അതും കൊളസ്ട്രോളിന്റെ ഒക്കെ പല ടൈപ്പ് ഉണ്ട്. ലോ ഡെൻസിറ്റി കൊളസ്ട്രോളും, അതായത് ട്രൈഗ്ലിസറൈഡ്സ്, ഇതാണ് മോശം. അതായത് നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. അതിനകത്ത് ചീത്ത കൊളസ്ട്രോൾ കൂടുന്നതാണ് ഏറ്റവും വലിയ അവസ്ഥ. അങ്ങനെ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയിൽ
ഈ അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകും. ഇനി അടുത്ത അസുഖമാണ് ത്രോംബോസിസ്. ത്രോംബോസിസ് നിങ്ങൾക്ക് അറിയാലേ, ബ്ലഡ് ക്ലോട്ട്. നമ്മൾ ബ്രെയിനിലും പറഞ്ഞായിരുന്നു സെറിബ്രൽ ത്രോംബോസിസ്. ഇവിടെ കൊറോണറി ത്രോംബോസിസ്, അതായത് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത നിങ്ങൾക്ക് അറിയാം ഹാർട്ട് അറ്റാക്ക് ആണ്, അതായത് ഹൃദയാഘാതമാണ്. അതായത് ഈ രക്തക്കട്ട കൊറോണറി ധമനിയിൽ എത്തിയാൽ, അതായത് നമ്മുടെ കൊറോണറി ആർട്ടറി നമ്മൾ പറഞ്ഞില്ലേ, മസിൽ രക്തപേശി അല്ല ഹൃദയപേശികൾക്ക് രക്തം കൊടുക്കുന്ന ആൾക്കാരാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഈ ബ്ലഡ് ഫ്ലോക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. മിക്കവാറും അപ്പൊ തന്നെ ഹാർട്ടിന്റെ ബാക്കിയുള്ള പമ്പിങ് ആക്ഷൻസ് എല്ലാം ഇതാവും. ചിലപ്പോൾ ഒരു സൈലന്റ് അറ്റാക്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരു മൈനർ അറ്റാക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മേജർ അറ്റാക്ക് ആയിരിക്കാം. എന്തായാലും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ രക്ത പ്രവാഹത്തിന്റെ ബ്ലോക്ക് ആണെന്ന് ആലോചിക്കാം. അത്രേ ഉള്ളൂ. ഇത് മൂന്നാണ് മെയിൻ ആയിട്ട്. പിന്നെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്, MI, മയോകാർഡിയൽ ഇൻഫെക്ഷൻ, അതുപോലത്തെ ഒത്തിരി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതും ഇഷ്കീമിയ, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. മെയിൻ ആയിട്ട് അതെറോസ്ക്ലെറോസിസ് ആണ് സാധാരണ കൂടുതലും ചോദിക്കാറ്. അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ധമനി കാഠിന്യമാണ്. കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലുണ്ടാകുമ്പോൾ ധമനിയുടെ കുട്ടികളിലെല്ലാം കൊളസ്ട്രോൾ വന്നടിഞ്ഞ് നോർമലി എന്താണ് ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുന്നതാണ് ഇതെന്ന് പറയുന്നത്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോയുടെ ബ്ലോക്ക് ആണ്. സ്ലൈഡ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളാണ്. ഇത് എല്ലാ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ജസ്റ്റ് എന്നാലും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒന്നാമത്തെ നിങ്ങൾക്ക് അറിയാലേ, ECG എല്ലാവർക്കും അറിയാൻ പറ്റും. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലേ, കണ്ടുപിടിച്ച ആരാണ്? വില്യം ഐൻഹോവൻ ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഒട്ടുമിക്ക പേര് നിങ്ങളിൽ പലരും ECG കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഇങ്ങനെ കുറെ സെഗ്മെന്റ്സും വേവ്സും ഒക്കെ ഉണ്ട്. അതുവഴിയാണ് അതിന്റെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആൻജിയോഗ്രാം നിങ്ങൾക്ക് അറിയാം. ഇതുപോലെ തന്നെ ഹൃദയത്തിൽ എന്താ അത് ആൻജിയോഗ്രാഫ് എന്ന് പറയുന്നത് ഹൃദയ ധമനികളിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ആൻജിയോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്റേസ് ആണ്. നമ്മുടെ വെറും എക്സ്റേസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം സാധാരണ നമ്മൾ എക്സ്റേസ് എന്തിനാ, ഹാർട്ട് ഇഷ്യൂസ്, അതായത് എല്ല് അങ്ങനെ ഉള്ള ഇത് കണ്ടുപിടിക്കാനല്ലേ. പക്ഷേ ഈ ഹൃദയ ധമനികളായതുകൊണ്ട് അതും അതിനകത്തുള്ള തടസ്സവും കണ്ടുപിടിക്കാൻ പറ്റും എന്താണെന്നുള്ളതാണ് ആൻജിയോഗ്രാഫ്. ഇനി അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ചികിത്സയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ബലൂണൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന, ബലൂൺ അല്ല അതുപോലെ ഉള്ള ഇത് വെച്ച് ചെയ്യുന്ന ആ ഒരു ഇതാണ് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അതിനുള്ള ആ ടെസ്റ്റിനെ പറയുന്ന ആൻജിയോഗ്രാം എന്നാണ്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്കോ എടുക്കുന്നു എല്ലാവരും പറയുന്നത്. അതാണ് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഹൈ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചിട്ട് ഹൃദയ വാൽവുകളുടെ അതിന്റെ എല്ലാം തകരാറുകൾ കണ്ടുപിടിക്കുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. എക്കോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ നോർമൽ എക്കോ എന്ന് പറയും. ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ആൻജിയോഗ്രാമിൽ എക്സ്റേസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ് വില്യം ഐൻഹോവൻ ആണ് കണ്ടുപിടിച്ചതെന്ന് ഓർക്കുക. അത്രേ ഉള്ളൂ. സ്ലൈഡ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഹൃദയം മാറ്റിവെക്കലിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാര്യം. ഇത് ആദ്യത്തത് ഒന്ന് പഠിക്കാം. ലോകത്തിൽ ആദ്യം ചോദിച്ച ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡാണ്. വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1967 അതിന്റെ ഹോസ്പിറ്റലൊക്കെ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അതൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ബ്രൂട്ട് ഷോർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. ആളാരാന്ന് നോക്കാം, ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം 1967 ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആ പേര് ഓർക്കാം, ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ്, 1967. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ 2 ആത്മകഥകൾ, അതായത് ഇദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മകഥകളുണ്ട്. അതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 1 ലൈഫ്, അതുപോലെ ദ സെക്കൻഡ് ലൈഫ്. 1 ലൈഫ്, അതുപോലെ ദ സെക്കൻഡ് ലൈഫ്. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥകളായിട്ട് പറയുന്നത്, ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡ്. ഓക്കെ, ഇനി അടുത്ത ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ P. വേണുഗോപാലാണ്. മലയാളിയാണ് ഡോക്ടർ P. വേണുഗോപാൽ. 1994 നമ്മുടെ എയിംസിലായിരുന്നു, ന്യൂഡൽഹിയിലെ എയിംസിലാണ് ഇത് ആദ്യമായിട്ട് പുള്ളിക്കാരൻ ചെയ്തത്. ഡോക്ടർ P. വേണുഗോപാൽ 1994 അടുത്തത് കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത് ആരാന്ന് വെച്ചാൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം 2003 അത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ എറണാകുളം, കൊച്ചി,
അവിടെയുള്ള ഹോസ്പിറ്റലാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. 2003 മെയ് 13 അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും നോക്കാം. ഇനി അടുത്തത് ആദ്യത്തെ കൃത്രിമ ഹൃദയം എന്ന് പറയുന്നത് ജാർവിക് 7 ആണ്. ചോദിച്ചോ പുസ്തകങ്ങളോ? വൺ ലൈഫ്, അതുപോലെ ദ സെക്കൻഡ് ലൈഫ്. ക്രിസ്ത്യൻ ബെർണാർഡിൻ വൺ ലൈഫ്, ദ സെക്കൻഡ് ലൈഫ്. രണ്ട് പുസ്തകങ്ങളാണ്. ഒന്ന് വൺ ലൈഫ്, രണ്ടാമത്തത് ദ സെക്കൻഡ് ലൈഫ്. അടുത്തത് ആദ്യത്തെ കൃത്രിമ ഹൃദയം എന്ന് പറയുന്നത് ജാർവിക് 7 ആണ്. സാധാരണ നമ്മൾ ഇവരെല്ലാം ചെയ്തത് നോർമൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻസ് ആണ്. ജീവനുള്ള വ്യക്തിയിൽ നിന്ന് കൺസെന്റ് വാങ്ങിച്ച് ചെയ്യുമായിരുന്നു. ഇനി ഒരു കൃത്രിമ ഹൃദയം ഉണ്ടാക്കി, അതെന്ന് പറഞ്ഞാൽ ജാർവിക് 7 ആണ്. ജാർവിക് 7 അത് ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ റോബർട്ട് കെ ജാർവിക് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. ആ പുള്ളിക്കാരനാണ് ഈ കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് കെ ജാർവിക്. അദ്ദേഹത്തിന്റെ തന്നെ സ്മരണാർത്ഥമാണ് ജാർവിക് 7 അത് ഉള്ളത്. ഓക്കെ, ഇനി അത് ആ ശസ്ത്രക്രിയ ചെയ്ത ആളാരാ, ഡോക്ടർ ഏതാന്ന് ചോദിച്ചാൽ ഡോക്ടർ വില്യം ഡിബ്രീസ് ആണ്. ഡോക്ടർ വില്യം ഡിബ്രീസ് ഒരു 61 വയസ്സുള്ള ഒരു ബാർണി ക്ലാർക്ക് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം വെച്ച് പിടിപ്പിച്ചത്. ഇത് പഴയ ഒരു എക്സാമിന് ഉണ്ട്. ഈ രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട്. ഡോക്ടറിനെ ചോദിച്ചിട്ടുണ്ട്, ആ മാറ്റിവെച്ച പേഷ്യന്റിനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം റെലവെന്റ് ആണെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ജാർവിക് 7 പഠിക്കണം. ജാർവിക് 7 പഠിക്കുന്നത് ആരാണെന്ന് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും, റോബർട്ട് കെ ജാർവിക്. ഈ രണ്ട് പേരുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി, പഠിക്കണമെന്നൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ രക്തപരിചരണ വ്യവസ്ഥ അവിടെ തീർന്നു ഹൃദയത്തോടു കൂടി. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം എന്താ? കാർഡിയോളജി. തലച്ചോറിന്റെ മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? മുഹമ്മദ് റജീസെ പെട്ടെന്ന് പറ. ഓക്കെ, സീമ പറ. ആരും ഇല്ലേടേ? ഗ്രേസ് ഇല്ലേ? പ്രിൻഷി? ഫ്രീനോളജി. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിപ്പോയോ? ചോദിച്ചവരൊന്നും ഒന്നും ആൻസർ ചെയ്തില്ല. ശരി, ഓക്കെ. അപ്പൊ ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 300 gram ആണ്. ബ്ലഡ് പമ്പിംഗ് ആണ് അതിന്റെ മെയിൻ കർമ്മം എന്ന് പറയുന്നത്. ശരീരത്തിലോട്ട് എല്ലാം രക്തം പമ്പ് ചെയ്യുക. അതുപോലെ എന്താ, നമ്മുടെ രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ്. 4 അറകളാണുള്ളത്, 2 ഓറിക്കളും 2 വെൻട്രിക്കിളും. ഓക്കെ, ഇനി സസ്തനികളിലും പക്ഷികളിലും ബേർഡ്സിലും മാമൽസിലും ബേർഡ്സിലും 4 അറകൾ, ഉഭയജീവികൾ മൃഗങ്ങൾ 3 അറകൾ, ക്രോക്കഡൈലിന് 4, ഫിഷിന് 2. മറ്റുള്ള ജീവികളിൽ പൂർണ്ണാവസ്ഥയിൽ വെച്ച് ആദ്യം ഉണ്ടാകുന്ന അവയവം ഹൃദയമാണ്. മാംസപേശികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമായിട്ടുള്ള ആവരണമാണ് പെരികാർഡിയം. ഓക്കെ, ഇനി റൈറ്റ് ഓറിക്കിളും റൈറ്റ് വെൻട്രിക്കിളും തമ്മിലുള്ള വാൽവ് സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഓറിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. ഈ വാൽവ്സ് ഉണ്ടാക്കിയിരിക്കുന്ന കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ടെഫ്ലോൺ ആണ്. ഓക്കെ, ഇനി ഹാർട്ട് ബീറ്റ് നമ്മൾ 4 weeks ആകുമ്പോൾ തൊട്ട് എംബ്രിയോണിക് സ്റ്റേജിൽ ഹാർട്ട് ബീറ്റ് കണ്ടു തുടങ്ങും. ഫീറ്റസില് ഭ്രൂണത്തില് 200 കൂടുതലായിരിക്കും ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രായപൂർത്തിയായിട്ടുള്ള സാധാരണ ആൾക്കാരിൽ 72 per minute ആണ്. ഹൃദയസ്പന്ദനം കൂടുന്ന അവസ്ഥ ടക്കിക്കാർഡിയ, കുറയുന്ന അവസ്ഥ ബ്രാഡിക്കാർഡിയ. ഇനി കുറയാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സോഡിയം അയോൺസിന്റെ ക്രമാതീതമായ വർദ്ധന മൂലം ഹൃദയസ്പന്ദനം കുറയുന്നതാണ്. ഇനി ശുദ്ധരക്തം വഹിക്കുന്ന ആൾക്കാർ ആരാണ്? അതുപോലെ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ ധമനികൾ അല്ലെങ്കിൽ ആർട്ടറീസ് ആണ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ അശുദ്ധ രക്തം ക്യാരി ചെയ്യുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ സിരകൾ അല്ലെങ്കിൽ വെയിൻസ് ആണ്. ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. അതായത് അശുദ്ധ രക്തം സംഭവിച്ചു കൊണ്ടുപോകുന്ന ധമനി ഏതെന്ന് ചോദിച്ചാൽ ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറി ആണ്. ഓക്കെ, ഇനി ശുദ്ധരക്തം വഹിച്ചു കൊണ്ടുപോകുന്ന സിര അല്ലെങ്കിൽ വെയിൻ ഏതെന്ന് ചോദിച്ചാൽ പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിരയാണ്. ഇനി ഹാർട്ട് മസിൽസിലേക്ക് ഹൃദയ പേശികളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ആരൊക്കെയാന്ന് ചോദിച്ചാൽ കൊറോണറി ധമനികൾ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറീസ് ആണ്. ഇനി കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികൾ പറഞ്ഞു ഏറ്റവും ചെറിയ രക്തക്കുഴലുകളാണ്. ഏറ്റവും വലിയ ധമനി അയോർട്ട അല്ലെങ്കിൽ മഹാധമനി എന്ന് പറയും. ഏറ്റവും വലിയ രക്തക്കുഴലും മഹാധമനി തന്നെ. ഏറ്റവും വലിയ സിര ഏതെന്ന് ചോദിച്ചാൽ അധോമഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കവയാണ്. ഓക്കെ, ഇനി ഹൃദയത്തിന്റെ ഹൃദയം എന്ന് പറയുന്ന പേസ് മേക്കർ ആണ്. നമ്മുടെ അബ്നോമിനൽ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നാച്ചുറൽ പേസ് മേക്കർ, ഹൃദയത്തിന്റെ നാച്ചുറൽ പേസ് മേക്കർ ഏതെന്ന് ചോദിച്ചാൽ സൈനോമെട്രിയ നോഡ് അല്ലെങ്കിൽ സൈനസ് നോഡ് അല്ലെങ്കിൽ SA നോഡാണ്. അപ്പർ റൈറ്റ് ഓറിക്കലാണ് കാണുന്നത്.
ഓക്കെ, ഇനി രക്തസമ്മർദ്ദം പറയുകയാണെങ്കിൽ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൃദയറകൾ സങ്കോചിക്കുമ്പോൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് 120 mm ആണ്. ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ റിലാക്സേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് 80 mm ആണ്. പിന്നെ നോർമൽ വാല്യൂ, നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm ആണ്. ഓക്കെ, ബ്ലഡ് പ്രഷർ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ആ ഉപകരണത്തിന്റെ പേരാണ് പിപ്പിയോപാറ്റസ് അല്ലെങ്കിൽ സ്പിഗ്മോമാനോമീറ്റർ. അത് കണ്ടുപിടിച്ച ജൂലിയസ് ഹാരിസൺ ആണ്. ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ ഹൈപ്പർ ടെൻഷൻ, സൈലന്റ് കില്ലർ എന്ന് അറിയപ്പെടുന്നു. കുറയുന്ന അവസ്ഥ ഹൈപ്പോ ടെൻഷൻ. മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. അതെറോസ്ക്ലെറോസിസ്, ധമനികൾക്ക് ഹാർഡനിങ് ഓഫ് ആർട്ടറീസ് ഉണ്ടാവും. കൊളസ്ട്രോൾ കണ്ട് ഹൃദയഭിത്തികളിൽ നിന്ന് അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് ബ്ലഡ് ഫ്ലോയുടെ ബ്ലോക്ക് ആണ്. ഇതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ECG, അതുപോലെ ആൻജിയോഗ്രാം, എക്കോ പറഞ്ഞു. ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, വില്യം ഹൈറ്റോവൻ കണ്ടുപിടിച്ചു. ആൻജിയോഗ്രാമിൽ എക്സ്റേസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്കോയില് ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രക്തപരിചരണ വ്യവസ്ഥ ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ ആണോ? രക്തപരിചരണ വ്യവസ്ഥ എന്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതൂലേ? ഓക്കെ. മുഹമ്മദ് റജീസ്, ഇപ്പോഴേ ഞാൻ ബ്രെയിനിന്റെ സ്റ്റഡി ചോദിച്ചായിരുന്നു. അപ്പൊ എവിടെയായിരുന്നു? വെള്ളം കുടിക്കാൻ പോയത്. ശരി ശരി. ഓക്കെ, അടുത്ത നമുക്ക് ഓക്കെ ഇനിയുണ്ടല്ലേ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ലോകത്തിൽ ആദ്യം ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡാണ്. ഇന്ത്യയിൽ ഡോക്ടർ P. വേണുഗോപാലാണ്. ഡോക്ടർ ജോസ് ചാക്കോബരിയപുരമാണ് കേരളത്തിൽ ആദ്യം. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് പറഞ്ഞ ജാർവിക് 7 ആണ്. റോബർട്ട് K. ജാർവിക് ആയിരുന്നു അത് കണ്ടുപിടിച്ചത്. വില്യം ഡേവ്രീസ് ആണ് ആദ്യ ഡോക്ടർ. ബെർണി ക്ലാർക്ക് എന്ന് പറഞ്ഞ 61 വയസ്സുള്ള ഒരു വ്യക്തിക്കായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് ഡിസീസസുകളുടെ നിങ്ങൾക്ക് രോഗങ്ങളും രോഗകാര്യങ്ങളും ഉണ്ട്. പക്ഷെ ആ ടോപ്പിക്കിലോട്ടല്ല നമ്മൾ പോകുന്നത്. കുറച്ച് ഡിസീസസിന്റെ അതിന്റെ അപരനാമങ്ങളുമായിട്ട് കുറച്ച് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള PQ മാത്രം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അതൊന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ആദ്യം പറയുന്നത് രോഗങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് ക്ഷയമാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബർകുലോസിസ്, TB എന്ന് പറയും. രോഗങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ക്ഷയമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. ആദ്യം ചുമയായിട്ടായിരിക്കും വരുന്നത്, പിന്നെ ശ്വാസം മുട്ടലായിട്ട് ആസ്മയായിട്ടൊക്കെ മാറും, പിന്നെയാണ് ലാസ്റ്റ് ഇത് TB അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിലൊക്കെ ചുമ ഇങ്ങനെ നിർത്താതെ നിന്ന് പിന്നെയാണ് നോക്കുമ്പോൾ അതൊരു TB ആയിട്ട് മാറുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് അത് ഉണ്ടാക്കുന്നത്. അതൊക്കെ നമുക്ക് രോഗങ്ങൾ എടുക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പൊ രോഗങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് എന്താണ്? ക്ഷയമാണ്, TB ആണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ TB രോഗികൾ ഉള്ളത്. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ അതിന് വൈറ്റ് പ്ലേഗ്, കോക്സ് ഡിസീസ് എന്ന് പറയുന്നത് ക്ഷയമാണ്. ഓക്കെ, വൈറ്റ് പ്ലേഗ് അതുപോലെ കോക്സ് ഡിസീസ് എന്ന് പറയുന്നത് ക്ഷയമാണ്. ഓക്കെ, അടുത്ത അമേരിക്കൻ പ്ലേഗ് എന്ന് പറയുന്നത് യെല്ലോ ഫീവർ ആണ്. അത് ഇവിടെ ഒന്നും അങ്ങനെ കാണാനില്ല. വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതൽ കാണുന്നത്. അമേരിക്കൻ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് യെല്ലോ ഫീവർ ആണ്. അതുപോലെ നാവികരുടെ പ്ലേഗ് നിങ്ങൾക്ക് അറിയാലേ, സ്കർവിയാണ്, നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ കർഷകരുടെ രോഗം അല്ലെങ്കിൽ 7 day ഫീവർ എന്ന് പറയുന്നത് എലിപ്പനിയാണ്. എലിപ്പനീനെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ, ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് പറയാം. അത് നോക്കണമെന്നില്ല, എലിപ്പനി നോക്കാം. കർഷകരുടെ രോഗം അല്ലെങ്കിൽ 7 day ഫീവർ എന്നാണ് പറയുന്നത് എലിപ്പനി. ഓക്കെ, ലെപ്റ്റോസ്പൈറോസിസ്. അടുത്തത് ബ്രേക്ക് ബോൺ ഫീവർ ആണ്. നിങ്ങൾക്കറിയാം, ഡെങ്കു ആണ് ബ്രേക്ക് ബോൺ ഫീവർ. അടുത്ത കില്ലർ ന്യൂമോണിയ എന്ന് പറയുന്ന സാൾസ് ആണ്. ഹൈഡ്രോഫോബിയ, അതായത് വെള്ളത്തിനോടുള്ള പേടി എന്ന് പറയുന്ന റാബീസ് ആണ്, അതായത് പേപ്പട്ടി വിഷബാധ. സ്ലൈഡ് ഓക്കെ ആണോ? അടുത്ത നോക്കുക, എൻട്രിക് ഫീവർ അല്ലെങ്കിൽ സന്നിപാത ജ്വരം എന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ്. ഓക്കെ, എൻട്രിക് ഫീവർ അല്ലെങ്കിൽ സന്നിപാത ജ്വരം, അതായത് ഇൻറ്റെസ്റ്റൈനെ അഫക്ട് ചെയ്യും. ടൈഫോയിഡ് നിങ്ങൾക്ക് അറിയാലോ, പനിയുടെ ഒരു മൂർധന്യ അവസ്ഥയാണ്. സന്നിപാത ജ്വരം എന്ന് വരും. സന്നിപാതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ വാതപിത്തൊക്കെ 3 ദോഷങ്ങൾ വരില്ലേ, ഈ 3 ദോഷങ്ങളും ചേർന്ന് വരുന്ന ജ്വരം എന്ന് പറഞ്ഞാൽ പനി. ഇത് 3 ദോഷങ്ങളും ചേർന്ന് വരുന്നതാണ് നമ്മൾ സന്നിപാത ജ്വരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൂ, അതായത് അത്രയും മൂർധന്യ അവസ്ഥയിലെത്തിയ പനി എന്ന് ഓർക്കുക. എൻട്രിക് ഫീവർ അല്ലെങ്കിൽ സന്നിപാത ജ്വരം എന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ്. അടുത്ത ചതുപ്പ് രോഗം. ചതുപ്പ് രോഗം നിങ്ങൾക്ക് അറിയാലേ, മലമ്പനിയാണ് ചതുപ്പ് രോഗം, മലമ്പനി അല്ലെങ്കിൽ മലേറിയ. അടുത്ത വിഷൂചിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്ന് പറയും, അതാണ് കോളറ. വിഷൂചിക അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്ന് പറയും, കോളറ. ഓക്കെ, അടുത്തത് ഇതിന്റെ സിംറ്റംസ് കാണിക്കുന്ന ഈ അടുത്ത് ഇതിപ്പോ കോളറ ഒരു വൈറൽ ഡിസീസ് ആണ്. ഏകദേശം ഇതിന്റെ സിംറ്റംസിനോട് അടുത്ത് കാണിക്കുന്ന ഇപ്പൊ അടുത്തൊരു ഡിസീസ് റിപ്പോർട്ട് ചെയ്തില്ലേ, അത് ഏതാണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ്, ഷിഗെല്ല. അതെ. ഓക്കെ, ഇനി അടുത്ത് ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ കറുത്ത മരണം എന്ന് പറയുന്നത് പ്ലേഗ് ആണ്.
അതുപോലെ തൊണ്ടമുള്ള്, തൊണ്ടയിൽ ഭയങ്കര തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തൊണ്ടമുള്ള് എന്ന് പറയുന്ന അസുഖമാണ് ഡിഫ്തീരിയ. അടുത്ത ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്ന അസുഖമാണ് റുബെല്ല. അടുത്ത മദ്രാസായി, അതാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കൺജങ്ക്റ്റിവൈറ്റിസ്. വൈകാതെ തന്നെ നമ്മുടെ കോവിഡിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പേര് വരും കേട്ടോ. ഓക്കെ, നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് അങ്ങനെ വല്ലതും ആയോ? കൺഫേം ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം ഫെബ്രുവരിയിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലേ? ഫെബ്രുവരിയില് ഘട്ടം ഘട്ടമായിട്ടുണ്ടാവുന്ന പറയുന്നത്. സ്ലൈഡ് ഓക്കെ ആണോ? ഇനി അടുത്തതാണ് എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയാസിസ്. അതാണ് നമ്മൾ മന്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ മന്തുള്ളവര് കൈയും കാലും ഒക്കെ ഈ ആനയുടെ കാല് പോലെ തന്നെ ഭയങ്കര ഹാർഡൻഡ് ആയിട്ട് കട്ടിയായിട്ടും അതുപോലെ തന്നെ വണ്ണം കൂടിയും വരും. അതുപോലെ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയാസിസ് എന്ന് പറയുന്ന മന്താണ്. ഒരു ഫൈലേരിയൽ ഡിസീസ് ആണ്. ഒരു ഫൈലേരിയ ആണ് അത് പകർത്തുന്നത്. നമുക്ക് രോഗങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാം. അടുത്ത ഹാൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് കുഷ്ഠമാണ്. അതുപോലെ ലോക്ജോ ഡിസീസ് എന്ന് പറയുന്നത് ടെറ്റനസ് ആണ്, ടെറ്റനസ്. ഓക്കെ, അടുത്ത സ്ലിം ഡിസീസ് എന്ന് പറയുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ, ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞ് ബാക്കി എല്ലാ അസുഖങ്ങളും കയറി വരും, ഓട്ടോമാറ്റിക്കലി രോഗി മെലിയും. അപ്പൊ സ്ലിം ഡിസീസ് എന്ന് പറയും. അടുത്ത പെർട്ടൂസിസ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ്. ഓക്കെ, പെർട്ടൂസിസ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ്. ഓക്കെ, അടുത്ത പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്നത് സിഫിലിസ് ആണ്. സിഫിലിസ് ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്നത് സിഫിലിസ്. ഈ ലോക്ജോ ഡിസീസിന്റെ മലയാളം ആർക്കെങ്കിലും അറിയാമോ? ഇനി ഞാൻ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. ഓക്കെ, സ്ലൈഡ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 3 സ്ലൈഡ് ആണ് പറഞ്ഞത്. രോഗങ്ങളുടെ രാജാവ് ക്ഷയം അല്ലെങ്കിൽ ടി ബി, വൈറ്റ് പ്ലേഗ് അല്ലെങ്കിൽ കോക്സ് ഡിസീസ് എന്ന് പറയുന്നത് ക്ഷയമാണ്. അമേരിക്കൻ പ്ലേഗ് യെല്ലോ ഫീവർ ആണ്. നാവികരുടെ പ്ലേഗ് സ്കർവി ആണ്. കർഷകരുടെ രോഗം അല്ലെങ്കിൽ 7 ഡേ ഫീവർ എന്ന് പറയുന്ന എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കു ആണ്. കില്ലർ ന്യൂമോണിയ എന്ന് പറയുന്ന സാൾസ് ആണ്. ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് റാബീസ് ആണ്. ഓക്കെ, അടുത്ത എൻട്രിക് ഫീവർ അല്ലെങ്കിൽ സന്നിപാത ജ്വരം എന്ന് പറയുന്ന ടൈഫോയിഡ് ആണ്. ചതുപ്പ് രോഗം എന്ന് പറയുന്ന മലമ്പനി അല്ലെങ്കിൽ മലേറിയ ആണ്. വിഷൂചി അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് നീലമരണം എന്ന് പറയുന്നത് കോളറയാണ്. അതുപോലെ ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്ന് പറയുന്നത് പ്ലേഗ് ആണ്. അതുപോലെ തൊണ്ടമുള്ള എന്ന് പറയുന്നത് ഡിഫ്തീരിയ ആണ്. ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്നത് റുബെല്ലയാണ്. എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേരിയാസിസ് എന്ന് പറയുന്നത് മന്താണ്. ഹാൻസൺസ് ഡിസീസ് കുഷ്ഠമാണ്. ലോക്ജോ ഡിസീസ് ടെറ്റനസ് ആണ്. സ്ലിം ഡിസീസ് എന്ന് പറയുന്നത് എയ്ഡ്സ് ആണ്. അതുപോലെ പെർട്ടൂസിസ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ്. പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്നത് സിഫിലിസ് ആണ്. ഇപ്പൊ ഡിസീസസ് ഏകദേശം കിട്ടിയല്ലോ അല്ലേ? ജസ്റ്റ് നിങ്ങൾ ഇതൊന്നും നമ്മൾ രോഗങ്ങൾ പറയുമ്പോൾ ഇനി ഇതിന്റെ അപരനാമങ്ങളൊന്നും നമ്മൾ കൂടെ പറയൂല. അതിന്റെ കാരണങ്ങളും അതിന്റെ ടെസ്റ്റുകളും ട്രീറ്റ്മെന്റും ഒക്കെ നമ്മൾ പറയുള്ളൂ. അപ്പം ഇത് ഇപ്പോഴേ നിങ്ങൾക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക ഏതൊക്കെ രോഗങ്ങളാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് പരിസ്ഥിതിയിലേക്ക് പോവാം. നമ്മൾ മനുഷ്യ ശരീരം മാത്രം നോക്കുവാണെങ്കിൽ ഇനി കുറച്ച് 2-3 വ്യവസ്ഥകൾ, ഇപ്പൊ നാഡീ വ്യവസ്ഥ നമ്മൾ കഴിഞ്ഞു, രക്തപര്യനം കഴിഞ്ഞു, സെൻസ് ഓർഗൻസ് അതെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി കുറച്ച് ശ്വസന വ്യവസ്ഥ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിനു മുമ്പ് നമുക്ക് ഈ പരിസ്ഥിതി ജസ്റ്റ് ഒന്ന്, ഇപ്പൊ പരിസ്ഥിതി ഉറപ്പായിട്ടും പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് കറന്റ്ലി റെലവെന്റ് ആണ്. അതുപോലെ ഒത്തിരി ഇതിന് ചോദിക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് അത് ഈ പരിസ്ഥിതി പ്രശ്നങ്ങളും നമ്മളൊന്ന് നോക്കി വെച്ചിരുന്ന ഉറപ്പായിട്ടും അത് ചോദിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കാം. അപ്പൊ നമുക്ക് ഈ രോഗകാരികൾ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന്റെ പൊതു അറിവുള്ള ബാക്കി പോർഷൻസും അത് നമുക്ക് ഈ പരിസ്ഥിതി തീർന്നിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇതിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട്
ഇത് ആദ്യം നമ്മൾ തീർക്കുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? സാഴ്സിന്റെ ഫുൾ ഫോമോ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആണ് സാഴ്സിന്റെ ഫുൾ ഫോം. അത് രോഗങ്ങൾ എടുക്കുമ്പോൾ പറഞ്ഞു തരാളോ, ഓരോന്നായിട്ട് നമ്മൾ പറയുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പരിസ്ഥിതിയിൽ അതിന്റെ ബേസിക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ആദ്യമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതായത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, അതുപോലെ മൂവ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഓർഗനൈസേഷൻസ്, അതായത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പറയുവാണെങ്കിൽ ആദ്യത്തെ നമുക്ക് IUCN. ഓക്കെ, അപ്പൊ 1948 IUCN വരുന്നത്. അതായത് ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ് IUCN. 1948 നിലവിൽ വന്നു. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ്. ഓക്കെ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലുള്ള ഗ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അപ്പൊ ലോകത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഏതെന്ന് ചോദിച്ചാൽ IUCN ആണ്. ശരിക്കും പറഞ്ഞാൽ IUCN ഒന്നും അല്ല, അതിനു മുമ്പ് ഒരു ജലത്തിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് 1922 സംതിങ്ങിൽ വന്നു. പക്ഷെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് IUCN ആണ്. അതായത് കറക്റ്റ് അതിന്റെ ഒരു ഘടനയും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചത് IUCN ആണ്. അതുകൊണ്ട് നമ്മുടെ PSC ചോദിക്കുമ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന പരിസ്ഥിതി സംഘടന ഏതെന്ന് ചോദിച്ചാൽ IUCN ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. 1948 വന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലുള്ള ഗ്ലാൻഡ്. ഓക്കെ, ഇനി ഇവര് പബ്ലിഷ് ചെയ്യുന്ന ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. റെഡ് ഡാറ്റ ബുക്ക്. ഓക്കെ, അതായത് വംശനാശ ഭീഷണി നേരിടുന്നതും, അതായത് വംശനാശ ഭീഷണി സംഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള ജീവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് എന്താണ് ഒരു പിങ്ക് പേജസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് പേജുകൾ കൊടുക്കും. അതായത് വളരെ സിവിയർ ആയി, അതായത് എക്സ്റ്റെൻഡ് ആവാറായിട്ടുള്ള അത്രയും പ്രശ്നം ആയിട്ടുള്ള ജീവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ പേജസിനെ നമ്മൾ പിങ്ക് പേജസ് എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, പിങ്ക് പേജസ് എന്താണെന്നുള്ളത്. പിങ്ക് പേജസ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് ഇപ്പം അതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട്, അതുപോലെ റെഡ് ഡാറ്റ ബുക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് പിങ്ക് പേജസ് എന്ന് പറഞ്ഞാൽ ഈ ഗുരുതരമായ വംശനാശ ഭീഷണിയുള്ള ജീവവർഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ പേജസ് ആണ് പിങ്ക് പേജസ്. ഓക്കെ, പിങ്ക് പേജസ്. റെഡ് ഡാറ്റ ബുക്കിലുള്ള പേജസ് അല്ലേ? അതെ, റെഡ് ഡാറ്റ ബുക്കിലുള്ള പേജസ് ആണ്. കേരളത്തിൽ നിന്ന് റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, പറയാമോ? ഒരു വന്യജീവി സങ്കേതം. പാലക്കാടുള്ള ഒരു വന്യജീവി സങ്കേതം. സൈലന്റ് വാലി വന്യജീവി സങ്കേതമാണോ? സൈലന്റ് വാലി നാഷണൽ പാർക്ക് അല്ലേ? ഓക്കെ, പറമ്പിക്കുളം തന്നെ. ഓക്കെ, അപ്പം IUCN എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ്. 1948 വന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് ആണ്, സ്വിറ്റ്സർലൻഡിലുള്ള ഗ്ലാൻഡ് ആണ്. അവർ പബ്ലിഷ് ചെയ്യുന്ന ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. അതിലുള്ള പേജസ് ആണ് പിങ്ക് പേജസ്. അതായത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗത്തിനെ കുറിച്ച് പറയുന്നതാണ് ഈ പിങ്ക് പേജസ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ഇതിനോട് ഈ IUCN ആയിട്ട് ബന്ധമല്ല, അല്ലാതെയുള്ള കുറച്ച് ഈ ഒരു സ്ലൈഡിൽ അത് നോക്കാം. അതായത് ഇന്ത്യയിലുള്ള മോസ്റ്റ് എൻഡേഞ്ചേർഡ് അനിമൽ, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതലുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ അത് ടൈഗർ ആണ്, അതായത് കടുവ. ഓക്കെ, ഇന്ത്യയിൽ തന്നെ എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ഒരു മാമൽ ഉണ്ട്, അതായത് വംശനാശം സംഭവിച്ച ഒരു സസ്തനിയുണ്ട്, അതാണ് കസ്തൂരിമാൻ. അങ്ങനെ നിങ്ങൾ മസ്ക് ഡീർ എന്ന് പറയും, കസ്തൂരിമാൻ. ഓക്കെ, മസ്ക് ഡീർ എന്ന് പറയും. ഓക്കെ, അതുപോലെ മോറിഷ്യസിൽ നിന്നും വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് ഡോഡോ പക്ഷികൾ. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡോഡോ പക്ഷികൾ, അത് മോറിഷ്യസിൽ നിന്നായിരുന്നു. അതുപോലെ അമേരിക്കയിൽ നിന്നുള്ളത് സഞ്ചാരി പ്രാവ്. അതുപോലെ വംശനാശം സംഭവിച്ച മറ്റൊരു കാട്ടു സീബ്ര ഇനമാണ് ക്വാഗ. കാട്ടു സീബ്രയുടെ ഇനമാണ് ക്വാഗ. ഓക്കെ, അതുപോലെ ഇപ്പൊ വംശനാശം ഭീഷണി നേരിടുന്ന കുറച്ച് ജീവികളാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള കുറച്ച് ജീവികളാണ് മലബാർ വെരുക്, അതുപോലെ സിംഹവാലൻ കുരങ്ങ്, അതുപോലെ വരയാട്. മലബാർ വെരുക്, സിംഹവാലൻ കുരങ്ങ്, വരയാട്.
സ്ലൈഡ് ഓക്കെ ആണോ? നമുക്ക് രണ്ടാമത്തെ സംഘടനയിലേക്ക് പോവാം. അതാണ് WWF. നിങ്ങൾക്ക് അറിയായിരിക്കും, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഓക്കെ, WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ 1961 വന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വംശനാശ ഭീഷണിയുള്ള ജീവികളെല്ലാം അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ പറയുവാണെങ്കിൽ നമ്മുടെ നെയ്യാറിലെല്ലാം ഈ സിംഹമൊക്കെ അവിടെ എന്താ അവരവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. നമ്മളല്ലേ അവിടെ പോയി, നമ്മളല്ലേ എന്താ കൂട്ടിപ്പോയി നിന്ന് കാണുന്നത്. അവര് കൂട്ടിലല്ലേ ഇട്ടേക്കുന്നത്. നമ്മൾ മ്യൂസിയം സൂയിലൊക്കെ മൃഗങ്ങളെ കൂട്ടിലല്ലേ ഇട്ടേക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ഈ ജീവികളെല്ലാം സംരക്ഷിക്കുക, അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ WWF എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ ഇതിന്റെ പാർട്ടായത് 1962 മുതലാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും സ്വിറ്റ്സർലൻഡ് ഗ്ലാൻഡ് തന്നെയാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഏത് ജീവിയാണ് ഈ WWFന്റെ ചിഹ്നമായിട്ടുള്ളത്? അത് ജയന്റ് പാണ്ട, അതായത് ഭീമൻ പാണ്ട. ഭീമൻ പാണ്ടയാണ് ഇതിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അത് നോക്കുക. ഇനി ഇന്ത്യയില് ഇപ്പൊ ഇന്ത്യ 1962 മുതൽ ഇതിൽ അംഗമായി എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ ഒരു ജീവിയുടെ പഠനത്തിനായിട്ട് ഈ WWF പണം മുടക്കിയിട്ടുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ കാട്ടുകഴുതയാണ്, അതായത് വൈൽഡ് ആസ്, കാട്ടുകഴുത. ഗുജറാത്തിലെ കച്ചിലായിരുന്നു ഇത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ അതിന്റെ വംശനാശ ഭീഷണിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് വേണ്ടിയിട്ടാണ് ഈ WWF ആദ്യമായിട്ട് ഇന്ത്യയിൽ പണം മുടക്കിയത്. അപ്പൊ അത് ഒരു എക്സാമിനും ആ ഒരു സമയത്ത് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, കാട്ടുകഴുതയാണ്, വൈൽഡ് ആസ്. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് WWFനോട് ചേർന്ന് 1973 ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അതേതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? 1973 ഒരു പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ടൈഗർ. അതെ, ഗവൺമെന്റ് WWFനോട് ചേർന്ന് നടത്തിയ 1973 പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ടൈഗർ. ഓക്കെ, അപ്പൊ WWF കിട്ടിയല്ലോ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. 1961 നിലവിൽ വന്നത്. ഇന്ത്യ അംഗമായത് 1962. ഇന്ത്യയിൽ ഏത് ജീവിയുടെ പഠനത്തിനായിട്ടാണ് ആദ്യമായിട്ട് ഇവർ പണം മുടക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടുകഴുതയാണ് കച്ചിൽ കാണുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡ് ഗ്ലാൻഡ് ആണ്. ഭീമൻ പാണ്ടയാണ് ഇതിന്റെ ചിഹ്നം. ജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥ, അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ആ പോയിന്റും കൂടി നിങ്ങൾ എഴുതിക്കോണം, ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി നിലകൊള്ളുന്ന സംഘടന ഏത്? ഭീമൻ പാണ്ട. ഭീമൻ പാണ്ട ഏതിന്റെ ചിഹ്നമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ WWFന്റെ ചിഹ്നം ഏതാണെന്ന് ചോദിക്കാം. സ്ഥിരം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണത് ഭീമൻ പാണ്ട. സ്ലൈഡ് ഓക്കെ അല്ലേ? ഇനി ഈ WWF അവര് കൊണ്ടുവരുന്ന അവരിറക്കുന്ന ഒരു റിപ്പോർട്ടാണ് ലിവിങ് പ്ലാനറ്റ് ഇൻഡെക്സ്, അല്ലെങ്കിൽ ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് എന്ന് പറയും. ഇതിൽ ഈ എന്താണ് എത്ര ജീവികൾ ഇങ്ങനെ വംശനാശം ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ലിവിങ് പ്ലാനറ്റ്. അത് എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലാത്തിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതാണ് ലിവിങ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കുന്ന അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കൂല. ലിവിങ് പ്ലാനറ്റ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന സംഘടന ഏതെന്ന് ചോദിക്കാം. അപ്പൊ WWF ആണ്, അതൊന്ന് ഓർക്കാം. ഇനി അടുത്തത് ഇവര് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഭൗമ മണിക്കൂർ, അല്ലെങ്കിൽ എർത്ത് അവർ എന്ന് പറയും. അതായത് എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച രാത്രി 1 മണിക്കൂർ നേരം വളരെ ആവശ്യമുള്ള അല്ലാതെ എല്ലാ വൈദ്യുതോപകരണങ്ങളും അണച്ചിടുന്നതിനാണ് ഭൗമ മണിക്കൂർ അല്ലെങ്കിൽ എർത്ത് അവർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ കറണ്ട് പോവല്ലേ, ആ 1 മണിക്കൂർ പവർ കട്ടായിരിക്കും. അപ്പം നമ്മള് വൈദ്യുതി ഉപയോഗിക്കില്ല. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഇനി ഈ വർഷം നമുക്ക് നോക്കാം. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ച രാത്രി 1 മണിക്കൂർ നേരം വളരെ അത്യാവശ്യമുള്ള അല്ലാത്തുള്ള, അതായത് ഇപ്പം ഹോസ്പിറ്റൽ, മെഡിക്കൽ അതുപോലത്തെ ഉള്ളതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അല്ലാതെയുള്ള സ്ഥലങ്ങളിലെ എല്ലാ വൈദ്യുതോപകരണങ്ങളും അണച്ചിടുന്നതിനെയാണ് നമ്മൾ ഭൗമ മണിക്കൂർ അല്ലെങ്കിൽ എർത്ത് അവർ എന്ന് പറയുന്നത്. ഈ എർത്ത് അവർ കണ്ടക്ട് ചെയ്യുന്നതും ഇവരുടെ WWFന്റെ മേൽനോട്ട പ്രകാരം. ഓക്കെ അല്ലേ?
ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഘടനയാണ് ഗ്രീൻ പീസ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഗ്രീൻ പീസ് അല്ല, ഗ്രീൻ പീസ്. ഓക്കെ, അപ്പൊ അതിനെ പരിസ്ഥിതി കമാൻഡോസ്, എൻവയോൺമെന്റ് കമാൻഡോസ് എന്നാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, പരിസ്ഥിതി കമാൻഡോസ് ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏത്? അപ്പൊ ഗ്രീൻ പീസ്. ഓക്കെ, പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1971 സ്റ്റാർട്ട് ചെയ്തത്. ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇർവിൻ സ്റ്റോം, ഡൊറോത്തി സ്റ്റോ എന്ന് പറഞ്ഞ രണ്ടുപേരായിരുന്നു. ആ പേരുകൾ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇർവിൻ സ്റ്റോം, ഡൊറോത്തി സ്റ്റോ ആയിരുന്നു. ഇനി എവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ആംസ്റ്റർഡാം ആണ്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. 1971 നിലവിൽ വന്നു. ഇർവിൻ സ്റ്റോം, ഡൊറോത്തി സ്റ്റോ ആയിരുന്നു ഫൗണ്ടേഴ്സ്. ഹെഡ് ക്വാർട്ടേഴ്സ് ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്. പരിസ്ഥിതി സംരക്ഷണമാണ് മെയിൻ ഫംഗ്ഷൻ. വേറെ 2 ഷിപ്സ് ചോദിക്കാറുണ്ട്, റെയിൻബോ വാരിയർ, ആർട്ടിക് സൺറൈസ്. വേണമെന്നുള്ളവർ എഴുതിയിട്ടാൽ മതി, എന്തായാലും നിങ്ങളുടെ പ്രിലിമിനറിക്ക് ചോദിക്കൂല. റെയിൻബോ വാരിയർ, ആർട്ടിക് സൺറൈസ്. ഇതെന്താണ് അവരുടെ? അത് അവരുടെ 2 കപ്പലുകളാണ്. ഒരു കപ്പലും കൂടി ഉണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു. എന്തോ ഒരു എസ്പെറൻസയോ അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. 3 കപ്പലുകളുണ്ട്. ഈ 2 കപ്പലുകളും ഇവരുടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ പീസ് അതൊരു ബോട്ടായിരുന്നു. പിന്നീട് അതത് സമുദ്ര ഇതായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അത് പരിസ്ഥിതി സംരക്ഷണം അങ്ങനെ ബന്ധപ്പെട്ട് വന്നതാണ്. സംഘടനയുടെ കപ്പലാ? അതെ അതെ. ഒന്ന് പറയൂ പേര്. റെയിൻബോ വാരിയർ, ആർട്ടിക് സൺറൈസ്. ഒരെണ്ണം കൂടി ഉണ്ട്, അതിന്റെ ഒരു എസ്പെറൻസ് ആണോ അങ്ങനെ, അത് ചോദിച്ചിട്ടില്ല. ഒരെണ്ണം കൂടി ഉണ്ട്, എസ്പെറൻസ് അങ്ങനെ എന്തോ ഒരു പേരാണ്. നിങ്ങളൊന്ന് റെഫർ ചെയ്തോണേ. എന്തായാലും ഈ എക്സാമിന് ചോദിക്കൂലേ ഇത്. ഈ എക്സാമിന് ഇപ്പൊ പരിസ്ഥിതി കമാൻഡോസും അതുപോലെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാം, വർഷവും ചോദിക്കാം. ഫൗണ്ടേഴ്സും ചോദിക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പരിസ്ഥിതി കമാൻഡോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മിക്കവാറും അതായിരിക്കും ചോദിക്കുന്നത്. പരിസ്ഥിതി കമാൻഡോസ് അറിയപ്പെടുന്ന സംഘടന ഏത്? നിങ്ങൾ പ്രീവിയസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് പ്രീവിയസ് ആരെങ്കിലും ഒക്കെ ചെയ്തു തുടങ്ങിയോ? അനക്കൂല. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആരുടെ അനക്കൂല? എവിടെ ഗ്രീഷ്മ ചെയ്തു തുടങ്ങിയായിരുന്നോ? ഓക്കെ, ഗ്രീഷ്മ പോയി. സീമ, മുഹമ്മദ് റജീസ് ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, വാർത്തകളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത സംഘടനയാണ് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ. ഇത് നമ്മുടെ ഗ്രീൻ പീസിന്റെ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. 1993 ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ പരിസ്ഥിതി സംഘടന നിലവിൽ വന്നത്. അതിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ മിഖായൽ ഗോർബച്ചേവ് ആണ്. ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. 1993 നിലവിൽ വന്നു. മിഖായൽ ഗോർബച്ചേവ് ആണ്. ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റുമല്ലോ, മിക്ക പരിസ്ഥിതി സംഘടനകളും ഒന്നില്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലായിരിക്കും കൂടുതലും. അവരെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളെല്ലാം തുടങ്ങി. ഏഷ്യൻ കൺട്രീസ് എല്ലാം കൂടുതൽ വ്യാപകമായത് അതിനുശേഷം. ഒന്നില്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് അതുപോലുള്ള അങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസ് ഏതെങ്കിലും, അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ് പോലുള്ള കെനിയ അതുപോലത്തെ ഏതെങ്കിലും. ഈ ഗോർബച്ചേവ് റഷ്യയായിട്ട് ബന്ധമുള്ള ഗോർബച്ചേവ്? അതെ തന്നെ, അതെ തന്നെ. റഷ്യൻ ഒരു ലീഡർ ഒക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ഓക്കെ അല്ലേ? ഇതിന് ഇത്രയും മതി കേട്ടോ. ഈ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ഒന്നും ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ റെഫർ ചെയ്യൊന്നും വേണ്ട. ചോദിക്കുവാണെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് ചോദിക്കും. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് UNEP, അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, UNEP, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പരിപാടിയാണ് UNEP. ഓക്കെ, ഇത് 1972 ജൂൺ 5 ഒരു സ്റ്റോക്ക്ഹോം ഉച്ചകോടി ഉണ്ടായിരുന്നു, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ തീരുമാനങ്ങളിൽ പ്രകാരം
മൗറിസ് സ്ട്രോങ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു പ്രേരണ കൊണ്ട് ഉണ്ടായ ഒരു സംഘടനയാണ് ഈ UNEP എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ മൗറിസ് സ്ട്രോങ് എന്ന് എഴുതാം. എന്തിന്റെ പ്രേരണയിൽ മൂലമാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ 1972 ജൂൺ 5 സ്റ്റോക്ക്ഹോം ഉച്ചകോടിയുടെ പ്രേരണ പ്രകാരമാണ് UNEP എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായത്. 1972 തന്നെ സ്ഥാപിതമായി. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നെയ്റോബിയാണ്. കെനിയയിലെ നെയ്റോബിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇവരാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് എന്ന് പറഞ്ഞ് 2005 മുതൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് എന്ന് പറഞ്ഞ ഒരു ആനുവൽ അവാർഡ്സ് പ്രോഗ്രാം തുടങ്ങിയത്. ഇത് നിങ്ങൾക്കറിയാം, അതായത് പരിസ്ഥിതി പരമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ട് പബ്ലിക്കായിട്ടും പ്രൈവറ്റ് സെക്ടേഴ്സിൽ നിന്നും അതുപോലെ തന്നെ സിവിലിയൻസിൽ നിന്നുമെല്ലാം ഉള്ള ലീഡേഴ്സിനെ നോക്കി ചെയ്യുന്നതാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ 2018 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് കിട്ടിയത് നമ്മുടെ നരേന്ദ്രമോദിക്കാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ്. കാരണം ഒത്തിരി ചെയ്തല്ലേ, കാരണം സ്വച്ഛ് ഭാരത് അതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ, അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ എല്ലാം ആ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എല്ലാം വിലയിരുത്തിയിട്ട് അദ്ദേഹത്തിന് 2018 കൊടുത്തതാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ്. അത് കണ്ടക്ട് ചെയ്യുന്നത് UNEP ആണ്, അത് കൊടുക്കുന്നത് UNEP ആണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി. ആഫ്രിക്കയിലുള്ള അതായത് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഫ്രിക്കയിലുള്ള പരിസ്ഥിതി സംരക്ഷണ സംഘടന ഏത്? അപ്പൊ ഇതെന്ന് ചോദിച്ചാൽ UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇവര് ഈ സ്റ്റോക്ക്ഹോം ഉച്ചകോടി ഇങ്ങനെ ജൂൺ 5 ചേർന്നു. ജൂൺ 5 പ്രത്യേകത എന്താണ്? ജൂൺ 5 വെരി ഗുഡ്. അപ്പൊ ജൂൺ 5 പരിസ്ഥിതി ദിനമാക്കി തുടങ്ങിയത് 1972 മുതലല്ല, 1974 മുതലാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമാക്കി തുടങ്ങിയത്. അത് ഈ ഉച്ചകോടി ഇതിന്റെ ഫലമായിട്ടാണ് പിന്നീട് അത് പരിസ്ഥിതി ദിനമായിട്ട് ഈ ജൂൺ 5 പിന്നീട് ആക്കി തുടങ്ങിയത്. ഇതിന് നിങ്ങൾ ഈ ഹെഡ്ക്വാർട്ടേഴ്സും അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ അതുപോലെ ഇയറൊക്കെ എന്തെങ്കിലും കോഡിട്ടോ അല്ലെങ്കിൽ ഒരു 2-3 തവണ വായിച്ചോ അങ്ങനെയൊക്കെ പഠിക്കാൻ നിവർത്തിയുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോ ഇപ്പൊ തന്നെ നമ്മൾ ഇത്രയും ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചല്ലേ, എല്ലാം ഇതും നമുക്കറിയാം, പക്ഷെ കൺഫ്യൂഷൻ ആയി പോകും. കാരണം 4 ഓപ്ഷനിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്ക് അറിയണ്ടാവും, പക്ഷെ ഏതിന്റെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഉറപ്പിച്ച് തന്നെ പഠിക്കണേ, വർഷവും ഹെഡ്ക്വാർട്ടേഴ്സും ഫൗണ്ടേഴ്സും. ഓക്കെ, നമുക്ക് അടുത്ത സംഘടനയിലോട്ട് പോവാം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്? ഇതും ആഫ്രിക്കയിലുള്ള ഒരു എന്താണ് പരിസ്ഥിതി സംഘടനയാണ്. 1977 ഫോം ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വങ്കാരി മാതായി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ വനിതയാണ് ആര്? വങ്കാരി മാതായി. 2004 അവർക്ക് അത് ലഭിച്ചത്. അതുപോലെ തന്നെ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകർ ആരെന്ന് ചോദിച്ചാലും വങ്കാരി മാതായാണ്. ഓക്കെ, അപ്പൊ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവര് ഇവിടെ ഈ ആഫ്രിക്കയില് ഏകദേശം 30 മില്യണോളം മരങ്ങൾ നട്ടു എന്നാണ് പറയുന്നത്, ഏകദേശം ഒരു കണക്കില്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഗ്രീൻ ബെൽറ്റ്, ആ ഒരു ഫുൾ ഒരു ഗ്രീൻ ബെൽറ്റ് ഇതാക്കി 30 മില്യണോളം മരങ്ങൾ നട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അറിയാലോ ആ ഏരിയ ഫുൾ അവർ പച്ചപ്പ് പോലെ ആയി. ഓക്കെ, അപ്പൊ അവർക്ക് പിന്നെ നോബൽ പ്രൈസ് കൊടുക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. 2004 എന്തായാലും സമാധാനത്തിനാണ് നോബൽ പ്രൈസ്. പരിസ്ഥിതിക്ക് ഒരു നോബൽ പ്രൈസ് ഇല്ല, അല്ലാതെ വേറെ ഒരു ഇതിനുമില്ല. സമാധാനത്തിനാണ് നോബൽ പ്രൈസ് എന്ന് ഓർക്കുക. ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണെന്ന് ഓർക്കുക, ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് ഓർക്കുക, വങ്കാരി മാതാവ്. ഓക്കെ, അവരുടെ ബുക്കാണ് അൺബോർഡ് എ മെമ്മോയർ. വേറെ ഒത്തിരി ഗ്രീൻ ബെൽറ്റ് റിലേറ്റഡ് പുസ്തകങ്ങളുണ്ട്. ഇവരുടെ ആത്മകഥ എന്ന് പറയുന്നത് ഇതാണ്, അൺബോർഡ് എ മെമ്മോയർ. ഓക്കെ, അപ്പൊ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാലേ, കഴിഞ്ഞ LD-യിലും ചോദിച്ചതായിരുന്നു അല്ലേ? ട്രിവാൻഡ്രം LD-യിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് വങ്കാരി ആരായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നോക്കിയോ, എഴുതിയോ? ഓക്കെ,
അടുത്തത് നമ്മൾ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യയിൽ ആനുവലി എല്ലാ വർഷവും ഒരാഴ്ച നീളുന്ന ഒരു വനവൽക്കരണ പരിപാടിയുണ്ട്. അതാണ് ആനുവൽ വൺ വീക്ക് ട്രീ പ്ലാന്റിംഗ് ഫെസ്റ്റിവൽ. വനവൽക്കരണം അങ്ങനെ ഓർത്താൽ മതി. എല്ലാ വർഷവും ഉണ്ടാവുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വനവൽക്കരണ പരിപാടിയാണ് വനമഹോത്സവം. ഓക്കെ, ഈ വനമഹോത്സവം തുടങ്ങിയത് 1950 മുതലാണ്. KM മുൻഷി എന്ന് പറഞ്ഞൊരു അദ്ദേഹമായിരുന്നു അത് തുടങ്ങിയത്. ആദ്യമായിട്ട് അത് ഗുജറാത്തിലായിരുന്നു തുടങ്ങിയത്. ഇദ്ദേഹം നട്ടത് നമ്മുടെ ഡൽഹിയിലെ രാജ്ഘട്ടിലായിരുന്നു. പക്ഷെ പദ്ധതി ആദ്യമായിട്ട് തുടങ്ങിയത് ഗുജറാത്തിലായിരുന്നു. അത് നിങ്ങൾ അത്ര നോക്കണ്ട. ഇനി എപ്പോഴും മുതലാണെന്ന് ചോദിച്ചാൽ ജൂലൈ ആദ്യ ആഴ്ചയാണ്. ജൂലൈ 1 മുതൽ 7 വരെ ആദ്യത്തെ ആഴ്ചയാണ് ഈ വനമഹോത്സവം സാധാരണ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, വനമഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് 1950. പിന്നെ ഇതിന്റെ ഫൗണ്ടർ KM മുൻഷിയാണ്. അല്ലേ? അങ്ങനെ ഇന്ത്യയിലുള്ള ഒരു വാർഷിക വനവൽക്കരണ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ വനമഹോത്സവമാണ് ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതി. ഓക്കെ, ഇനി അടുത്തത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. നിങ്ങൾ ബാക്കിയുള്ള സംഘടന എല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് പോവാം. ഇതാണ് തരുൺ ഭാരത് സംഘ്. ഓക്കെ, തരുൺ ഭാരത് സംഘ് എന്നാണ് സംഘടനയുടെ പേര്. ഇത് 1985 ഫോം ചെയ്തത്. രാജസ്ഥാനിലായിരുന്നു. 1985 ഫോം ചെയ്ത ഒരു പരിസ്ഥിതി സംഘടനയാണ് തരുൺ ഭാരത് സംഘ്. രാജസ്ഥാനിലാണ്. മെയിൻ ആയിട്ട് ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മരുഭൂമിയാണ്, അവിടെ ജലത്തിനാണ് ക്ഷാമമുള്ളത്. അപ്പം ഉള്ള ജലം സംരക്ഷിക്കുക, ആ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ തരുൺ ഭാരത്. തരുൺ എന്ന് പറഞ്ഞാൽ തരുൺ വെള്ളമല്ലേ. അപ്പൊ തരുൺ ഭാരത് സംഘ് എന്നാണ് അതിന്റെ പേര്. ഇതിന് മുൻകൈ എടുത്ത ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പം ഈ രാജേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ഇതിന്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന് 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ്, ഈ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്ന് പറഞ്ഞൊരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ആണ് നമ്മുടെ നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1985 രാജസ്ഥാനിലാണ്. ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. രാജേന്ദ്ര സിംഗ് ആയിരുന്നു ഇതിന് മെയിൻ ലീഡർ എന്ന് പറയുന്നത്. 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ്, അതായത് നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്ന സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് രാജേന്ദ്ര സിംഗ്. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, നവധാന്യ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. 1987 വന്നത്. ഇന്ത്യയിൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കർണാടകയിലാണ് വന്നത്. ഈ നവധാന്യ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ അതിന്റെ ഫൗണ്ടർ നമുക്ക് എടുക്കാം, വന്ദന ശിവ. ഓക്കെ, നവധാന്യ വന്ദന ശിവ, അങ്ങനെ ഓർക്കാലോ, നവധാന്യ വന്ദന ശിവ. ഓക്കെ, അപ്പൊ ഈ ധാന്യം ഉദ്ദേശിക്കുന്നത് വിത്താണ്. അപ്പൊ നവധാന്യം എന്ന് പറഞ്ഞാൽ വിത്ത് സംരക്ഷണവും അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതികളുമാണ് ഇവര് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ജൈവ കൃഷി, അതായത് പണ്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ചാണകം അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള ജൈവ കൃഷികൾ, അങ്ങനെയൊക്കെ. അതായത് നമ്മുടെ കൃത്രിമമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അതൊന്നും ഉണ്ടാക്കാതെ അതുപോലെ തന്നെ നല്ല നാടൻ വിത്തുകളുടെ സംരക്ഷണം, ഇതാണ് അവർ എയിം ചെയ്യുന്നത്. 1987 നിലവിൽ വന്നത്. കർണാടകയിലായിരുന്നു നിലവിൽ വന്നത്. അപ്പം വർഷം ഇമ്പോർട്ടന്റ് ആണ്, സ്ഥലം ഇമ്പോർട്ടന്റ് ആണ്, ഫൗണ്ടർ ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ലക്ഷ്യം ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് സംരക്ഷണവും പരമ്പരാഗത കൃഷി രീതിയുമാണ് ഇവരുടെ ലക്ഷ്യം. നവധാന്യ കൂടുതലും ചോദിക്കുന്നത് ഫൗണ്ടർ ആണ്. അപ്പം വന്ദന ശിവ, അതാണ് കൂടുതലും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ സംഘടനകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നമ്മൾ IUCN പറഞ്ഞില്ലേ, 1948 വന്നു. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയായിരുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡിന്റെ ഗ്ലാൻഡ് ആണ് അതിന്റെ ആസ്ഥാനം. ഡാറ്റ ബുക്കാണ് ഇവർ പുറത്തിറക്കുന്നത്. ഇതിലുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ഉൾപ്പെടുത്തുന്നതാണ് പിങ്ക് പേജസ്.
ഏറ്റവും കൂടുതൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അനിമൽ ഏതാണ്? ഇന്ത്യയിലെ കടുവയാണ്. എക്സ്റ്റെന്റ് ആയിട്ടുള്ളത് കസ്തൂരിമാനാണ്. മൗറീഷ്യസിൽ നിന്ന് എക്സ്റ്റെന്റ് ആയിട്ടുള്ളത് ഡോഡോ പക്ഷികളാണ്. അമേരിക്കയിൽ നിന്ന് സഞ്ചാരി പ്രാവാണ്. എക്സ്റ്റെന്റ് ആയിട്ടുള്ള കാട്ട് സീബ്ര ഇനം ഏതെന്ന് ചോദിച്ചാൽ ക്വാഗയാണ്. ക്വാഗ ഇപ്പം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മലബാർ വേരിംഗ് ആണ്, സിംഹവാലൻ കുരങ്ങ്, അതുപോലെ വരയാട്. രണ്ടാമത്തെ സംഘടന നമ്മൾ പറഞ്ഞു WWF ആണ്, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ്. 1961 നിലവിൽ വന്നു. ഇന്ത്യ അംഗമായ 1962 മുതലാണ്. ആസ്ഥാനം ഗ്ലാൻഡിലാണ്, സ്വിറ്റ്സർലാൻഡിലെ. ഹ്യൂമൻ പാണ്ടയാണ് ഇതിന്റെ ചിഹ്നം. പിന്നെ ഇന്ത്യയിൽ ഇവര് ഏത് ജീവിയുടെ പഠനത്തിന് വേണ്ടിയിട്ടാണ് പണം മുടക്കിയെന്ന് ചോദിച്ചാൽ കാട്ടുകഴുതിയാണ്, വൈൽഡ് ആസ്, അതായത് കച്ചിൽ കാണുന്നതാണ്, ഗുജറാത്തിലെ. അടുത്ത ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഇവർ പുറത്തെടുക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച രാത്രി 1 മണിക്കൂർ നേരം ആവശ്യമുള്ള ഇല്ലാത്തതായിട്ടുള്ള എല്ലാ വൈദ്യുതോപകരണങ്ങളും അടച്ചിരുന്ന ഭൗമണിക്കൂറും ഏർപ്പാടാക്കിയത് ഇവരാണ്. അടുത്തത് ഗ്രീൻ പീസ് ആണ്, പരിസ്ഥിതി കമാൻഡോസ്. പരിസ്ഥിതി കമാൻഡോസ് അറിയപ്പെടുന്നതാണ്. 1971 മുതലാണ് വരുന്നത്. ഇർവിൻ സ്റ്റോവും ഡോറോത്തി സ്റ്റോവും ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം ആണ്, നെതർലാൻഡ്സിലെ. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ആണ്. 1993 സോവിയറ്റ് ലീഡർ ആയിരുന്ന മിഖായിൽ ഗോർബച്ചേവ് ആണ് ഇതിന്റെ ഫൗണ്ടർ. ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ. അടുത്ത UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ജൂൺ 5, 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷമാണ് ഇത് ഉണ്ടായത്. മൗറിസ് സ്ട്രോങ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഫൗണ്ടർ. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കെനിയയിലെ നൈറോബിയാണ്. ഇവരാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് 2005 മുതൽ ആ ഒരു പുരസ്കാരം നൽകി തുടങ്ങിയത്. 2018 നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് ഇത് ലഭിച്ചത്. അടുത്ത ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. 1977 നെയ്റോബി, കെനിയയിലെ നെയ്റോബിയിലാണ് സ്ഥാപിച്ചത്. ആരാണെന്ന് ചോദിച്ചാൽ മങ്കാരിമാരെയാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ്. 2004 കിട്ടിയത്. അതുപോലെ തന്നെ സമാധാനത്തിന് നോബൽ പ്രൈസ് ഫോർ പീസ് ലഭിച്ച ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയും ആരാണ്? മങ്കാരിമാരെയാണ്. ഇവരുടെ ആത്മകഥയാണ് അൺബോർഡ് എ മെമ്മോയർ. അതുപോലെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്ന വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെയാണ്. 1950 തുടങ്ങിയത്. KM മുൻഷിയായിരുന്നു. തരുൺ ഭാരത് സംഘ് 1985 രാജസ്ഥാനാണ്. ജലസംരക്ഷണമാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. രാജേന്ദ്ര സിംഗ് ആയിരുന്നു ലീഡർ. 2015 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഫോർ വാട്ടർ ആയ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് കിട്ടി. അടുത്തത് നവധാന്യ എന്ന് പറഞ്ഞ സംഘടന 1987 കർണാടകയിലായിരുന്നു. വന്ദന ശിവയാണ് ഇതിന്റെ മെയിൻ ലീഡർ. വിത്ത് സംരക്ഷണവും പരമ്പരാഗത കൃഷി രീതി, ജൈവ കൃഷിയൊക്കെയാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48A ആണല്ലേ. ഇത് ഈ 48A ഉൾപ്പെടുത്തിയത് 42ാമത്തെ ഭേദഗതി, 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഉൾപ്പെടുത്തിയത്. അത് ഉൾപ്പെടുത്താൻ കാരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ നമ്മൾ പറഞ്ഞില്ലേ 1972 ജൂൺ 5 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ ഇന്ത്യയും അതിന്റെ സിഗ്നേറ്ററി ആയി, അതായത് ഇന്ത്യയും അതിന്റെ പാർട്ടിസിപ്പേറ്ററി ആയി, ഇന്ത്യ ഇതിൽ പങ്കുകൊള്ളാം, ഞങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 1976 ഈ ഭരണഘടന 42ാം ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 48A എന്ന് പറഞ്ഞ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ വനം, പരിസ്ഥിതി, അതുപോലെ വന്യജീവികൾ, അതുപോലെ പക്ഷികൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ കൺകറൻ ലിസ്റ്റ് ആണ്. ഓക്കെ, കൺകറൻ ലിസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആർട്ടിക്കിൾ 48A ആണ് 42ാം ഭരണഘടനാ ഭേദഗതി 1976. ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 പറയുന്ന പേരെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അടിപൊളിയായിട്ട് പഠിച്ചല്ലേ? വെരി ഗുഡ്. ഓക്കെ, വനം, പരിസ്ഥിതി, വന്യജീവികൾ, പക്ഷികൾ, ഇതല്ലാണ്ട് കൺകറൻ ലിസ്റ്റിൽ പെടുന്ന 2-3 സാധനങ്ങൾ കൂടി പറയാമോ? വിദ്യാഭ്യാസം. ഇങ്ങനെ ഓർത്താൽ മതി, വെച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ: വനം, വൈദ്യുതി, വിവാഹം, വിദ്യാഭ്യാസം, വിവാഹമോചനം, ഇങ്ങനത്തെ ഒത്തിരി സാധനങ്ങളെല്ലാം കൺകറൻ ലിസ്റ്റിലാണ്. ഓക്കെ, ഇനി അടുത്തത് പരിസ്ഥിതി സംബന്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മൂവ്മെന്റ്സ് ആണ്, അപ്പൊ അതും പഠിക്കണം. ഓക്കെ, ആദ്യത്തെ നമുക്ക് ബിഷ്ണോയ് പ്രസ്ഥാനം. ബിഷ്ണോയ് പ്രസ്ഥാനം അത് 1700-കളിലാണ് ഈ ബിഷ്ണോയ് മൂവ്മെന്റ് വന്നത്.
കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 1730 എന്ന് പറയുന്നാലും കറക്റ്റ് ഒരു ഡേറ്റ് നമുക്ക് വേണ്ട, 1700-കളിൽ ഓർത്താൽ മതി. ഓക്കെ, അപ്പം ബിഷ്ണോയ് മൂവ്മെന്റ് 1730-ലാണ് രാജസ്ഥാനിലാണ് ഇത് തുടങ്ങിയത്. ഓക്കെ, അമൃതാദേവി ബിഷ്ണോയ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇനി ഇതിന് നേതൃത്വം കൊടുത്ത സന്യാസി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗുരു മഹാരാജ് ജാംബാജി അല്ലെങ്കിൽ സാംബോജി ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇദ്ദേഹം ഈ ബിഷ്ണോയ് എന്ന് പറഞ്ഞൊരു വിശ്വാസം, ബിഷ്ണോയ് ഫെയ്ത്ത് 1485 കൊണ്ടുവന്നു. ആ പോർഷൻ നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇദ്ദേഹം ഒരു സന്യാസിയായിരുന്നു, ഗുരു മഹാരാജ് ജാംബാജി അല്ലെങ്കിൽ സാംബോജി എന്നൊക്കെ പറയും. അപ്പം ബിഷ്ണോയ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സന്യാസി ആരാണെന്ന് ചോദിച്ചാൽ ഈ ഗുരു സോംബാജിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ അമൃതാദേവി ബിഷ്ണോയ് അല്ലെങ്കിൽ അമൃതാദേവി. ഇത് ശരിക്കും രാജസ്ഥാനിലെ ഒരു ഖജാർലി ഗ്രാമത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അവരുടെ വനങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നതിനെതിരെയായിട്ട് ഇതില് 400 അടുപ്പിച്ചുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു. ആദ്യത്തെ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു സമരം എന്നൊക്കെ വേണമെങ്കിൽ ബിഷ്ണോയ് പ്രസ്ഥാനത്തിന്റെ നമുക്ക് പറയാം. മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കും, രാജസ്ഥാൻ. പിന്നെ ആരാണ്? അമൃതാദേവി. പിന്നെ അതിനോട് ബന്ധപ്പെട്ട സന്യാസി ആരാണെന്ന് ചോദിച്ചാൽ ഗുരു മഹാരാജ് ജാംബാജി അല്ലെങ്കിൽ സാംബോജി അങ്ങനെയൊക്കെ പറയും. സോംബാജി, ജാംബാജി എങ്ങനെ വേണമെങ്കിൽ. ഓക്കെ മുഹമ്മദ് അജീസ്. എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചേക്കും. ഓക്കെ ആണോ? ഇവിടെ സ്ലൈഡ് ഓക്കെ ആണോ? അടുത്തത് ചിപ്കോ മൂവ്മെന്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1973 കർഷകരും ഗ്രാമീണ ജനങ്ങളും എല്ലാം ചേർത്ത് നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തർപ്രദേശിലുള്ള ചമോലി എന്ന് പറയുന്ന ഒരു ജില്ലയിലായിരുന്നു ഇത് തുടങ്ങിയത്. പക്ഷെ അത് ചിപ്കോ പ്രസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പം ഈ ചമോലി ജില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതാം. ഇപ്പം ഈ ചമോലി ഡിസ്ട്രിക്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ് ഉത്തരം. പക്ഷെ ഇത് ഈ ചിപ്കോ മൂവ്മെന്റ് നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ചമോലി ജില്ല ഇല്ല, അല്ലെങ്കിൽ ഉത്തർപ്രദേശാണ് ഉള്ളതെങ്കിൽ ഉത്തർപ്രദേശിന് എഴുതാം. ഓക്കെ അല്ലേ? കാരണം ചിപ്കോ മൂവ്മെന്റ് നടന്ന സമയത്ത് ഈ ചമോലി ജില്ല ഉത്തർപ്രദേശിലായിരുന്നു, പിന്നീടാണോ വിഭജിച്ച് ഉത്തരാഖണ്ഡൊക്കെ ആയത്. ഓക്കെ, ഇനി ഈ ചിപ്കോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ചാച്ചാന്ന് ഓർക്കുക, ചിപ്കോ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക. ഓക്കെ, ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണയാണ്. ഓക്കെ, ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണ. ഇതിന്റെ വുമൺ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഗൗരാദേവി. വേറെ കുറെ ആൾക്കാരുണ്ട്, സുന്ദർലാൽ ബഹുഗുണ കൂടാതെ വേറെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ ആളാരാണെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വുമൺ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഗൗരാദേവിയാണ്. ഓക്കെ, അപ്പൊ ചിപ്കോ മൂവ്മെന്റ് 1973 ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിലായിരുന്നു തുടങ്ങിയത്. അവിടുത്തെ ഗ്രാമീണവാസികളും കർഷകരും എല്ലാം ചേർന്ന് മരം വെട്ടാൻ നിന്നപ്പം ആ മരത്തിനോട് ചേർന്ന് നിന്നുണ്ടായ മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചമോലി ജില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. ചിപ്കോ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇതിന്റെ മെയിൻ ലീഡർ ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. വുമൺ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഗൗരാദേവി. ഈ സ്ലൈഡ് ഓക്കെ ആണോ? രേഷ്മ, സീമ, അടുത്തത് ഇത് സാധാരണ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഹിമാലയൻ താഴ്വരകളിൽ, അതായത് ഹിമാലയാസിൽ അവിടെയുള്ള വൃക്ഷങ്ങളുടെ, അതായത് ഇവരുടെ ഈ ഉത്തരാഖണ്ഡ് അത് നമുക്കറിയാലോ, നോർത്തേൺ ഹിമാലയാസ് ആ റീജിയനിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ മൂവ്മെന്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഹിമാലയൻ സ്ലോപ്സിലോട്ടുള്ള വനസംരക്ഷണത്തിലോട്ട് വരെ എത്തി. അപ്പം ഈ ഹിമാലയൻ സ്ലോപ്സിൽ അവിടെയുള്ള ഹിമാലയൻ താഴ്വരകളിലുള്ള വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, വൃക്ഷ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ മൂവ്മെന്റ് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ചിപ്കോ മൂവ്മെന്റ് തന്നെയാണ്, ചിപ്കോ പ്രസ്ഥാനം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മൂവ്മെന്റ് ആണ് എന്ത്? ചിപ്കോ മൂവ്മെന്റ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മൂവ്മെന്റ് ഏതാണ്? ചിപ്കോ മൂവ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്തവാക്യമാണ്
ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത്. ഓക്കെ, ഇപ്പൊ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത്. ഓക്കെ, ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത്. അതായത് എന്തോ അതിന് പറയും, എന്താണ്, ഇക്കോളജി ഇസ് ദി സ്റ്റേബിൾ ഇക്കോണമി, ഇക്കോളജി ഈസ് ദി സ്റ്റേബിൾ ഇക്കോണമി, അങ്ങനെ എന്താണ് അതിന് പറയുന്നത്. അതായത് ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത്, അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ അതിന്റെ അർത്ഥവാക്യം പറയുന്നത്. ഓക്കെ, ഇനി ഇവരാണ് ഈ റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ് എന്ന് പറഞ്ഞ് അതിന്റെ സമന്തര നോബൽ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരുന്നത്. അത് 1980 വന്നതാണ്. ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡാണ് റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ് എന്ന് പറയുന്നത്. അതിന് ഇവർക്ക് ഈ ചിപ്കോ പ്രസ്ഥാനത്തിന് അവാർഡ് കിട്ടിയത് 1987 ഓക്കെ, അപ്പൊ തുടങ്ങി 7 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ് ചിപ്കോ പ്രസ്ഥാനത്തിന് കിട്ടി. അതുപോലെ നമ്മുടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് 1996 ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്, റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ജസ്റ്റ് ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പൊ ചിപ്കോ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ആരാണ് മെയിൻ ലീഡർ? നമ്മൾ സുന്ദർലാൽ ബഹുഗുണ പറഞ്ഞു, വുമൺ ലീഡർ ഗൗരാദേവി പറഞ്ഞു. പിന്നെ ഹിമാലയൻ സ്ലോപ്സിലോട്ടുള്ള ട്രീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. അതുപോലെ ഇതിന്റെ ആപ്തവാക്യം ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത്, ഇക്കോളജി ഈസ് ഫോർ ദി സ്റ്റേബിൾ ഇക്കോണമി, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് സമാന്തര നോബൽ എന്നറിയപ്പെടുന്ന റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അവാർഡാണ്. 1980 തുടങ്ങിയത്. 1987 അത് ചിപ്കോ പ്രസ്ഥാനത്തിന് കിട്ടി. അതുപോലെ 1996 നമ്മുടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ഇത് കിട്ടിയിട്ടുണ്ട്. ചിപ്കോ ഓക്കെ ആണോ? ചിപ്കോ പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വനിത ഗൗരാദേവി, ലാസ്റ്റ് പോയിന്റ് ഗൗരാദേവി. ആക്ച്വലി 1987 ചിപ്കോ? അതെ, 1987 ചിപ്കോ പ്രസ്ഥാനത്തിന് ഈ 1987 ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ചത്. ഓക്കെ മാം. ശരിക്കും ഈ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ സമാന്തര നോബൽ എന്നാണ് അതിന് പറയുന്നത്. 1980 തുടങ്ങിയത്. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംഘടന ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംഘടന സേവ എന്ന് പറയും. സേവ, അതായത് സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ. സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിലെ ഒരു സംഘടനയ്ക്കാണ്. അതൊരു ട്രേഡ് യൂണിയൻ പദ്ധതിയായിരുന്നു. അവർക്കാണ് ആദ്യമായിട്ട് ഈ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് കിട്ടിയത്, സേവ എന്ന് പറഞ്ഞ പദ്ധതിക്ക്. നമുക്കത് ഇപ്പൊ പരിസ്ഥിതിയായിട്ട് റിലവന്റ് അല്ല, പക്ഷെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ ചോദിക്കാം. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംഘടന ഏതെന്ന് ചോദിക്കാം. അത് സേവയാണ്, സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ, അഹമ്മദാബാദില്. അത് കഴിഞ്ഞിട്ട് 1987 നമ്മൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് 1987 ചിപ്കോ പ്രസ്ഥാനത്തിന് അത് കിട്ടുന്നത്, റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. അതുപോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കിട്ടുന്ന 1996 അത് ഇതിനോടനുബന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചിപ്കോ പ്രസ്ഥാനം ഓക്കെ അല്ലേ? ഇനി അടുത്തത് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. അതായത് സൈലന്റ് വാലി സംരക്ഷണ സമിതിയാണ്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക. അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. 1978 അല്ല, 1973 ആയിട്ട് തിരുത്തിക്കോണേ. 1973 സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് വന്നത്. 1973 ആണേ, 1973. ഓക്കെ, ഈ സൈലന്റ് വാലി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. അത് അവിടെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് തുടങ്ങുന്ന നദി ഏതാണ്? തൂതപ്പുഴ. ഓക്കെ, അപ്പൊ സൈലന്റ് വാലിയിലൂടെ അല്ലേ കുന്തിപ്പുഴ ഒഴുകുന്നത്. ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, അതായത് ഒരു ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഒരു തീരുമാനം വന്നു. അപ്പം അതിനെതിരെ അവിടുത്തെ ആൾക്കാരും എന്ന് വെച്ചാൽ അവിടെ പിന്നെ ആ ഒരു ഇക്കോളജി ഫുള്ള് താറുമാറാവില്ലേ. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വന്നതാണ് സൈലന്റ് വാലി സംരക്ഷണ സമിതി, അല്ലെങ്കിൽ സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. അതായത് കുന്തിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കെതിരെ വന്നതാണ്. ഇതിന് മെയിൻ ആയിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഒന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അതുപോലെ പിന്നെ നമ്മുടെ സുഗതകുമാരി. സുഗതകുമാരി പരോക്ഷമായിട്ടുണ്ടായിരുന്നു, അതിനെതിരെ പ്രവർത്തിച്ചായിരുന്നു.
ഓക്കെ, അപ്പം ഇങ്ങനെ എല്ലാവരുടെയും 1973 തന്നെ ഈ എന്താണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇത് ഏറ്റെടുത്തു. പിന്നീട് അത് ഇന്ദിരാഗാന്ധി ഇടപെട്ടാണ് ഈ പദ്ധതി നിർത്തിച്ചത്. അപ്പൊ ഇത് ഇടപെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലംസ്, ഇതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നൊരു കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? MGK മേനോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓക്കെ, അപ്പൊ സേവ് സൈലന്റ് വാലി സംരക്ഷണ സമിതി തുടങ്ങിയ വർഷം എന്തെന്ന് ചോദിച്ചാൽ 1973 സൈലന്റ് വാലി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. കുന്തിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കെതിരെ, അത് ആ ഒരു സൈലന്റ് വാലിയിലോട്ട് ഒഴുകുന്ന നദിയാണ് അത്. അപ്പൊ അവിടുത്തെ കുന്തിപ്പുഴ കുന്തിപ്പുഴയിലെ ഏറ്റവും മാലിന്യമില്ലാത്ത ഏറ്റവും ശുദ്ധമായ അവിടുത്തെ ജലം. ആ കുന്തിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്ക് എതിരെയാണ് ഇത് വന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതുപോലെ സുഗതകുമാരിയായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത് നിർത്തലാക്കിയത്. ഇവിടെ ജലവൈദ്യുത പദ്ധതി വന്നാലേ അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മിറ്റിയാണ് MGK മേനോന്റെ നേതൃത്വത്തിൽ വന്ന കമ്മിറ്റി. ഓക്കെ, ആദ്യത്തെ തിരുത്തിക്കോണ 1978 അല്ല 1973. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിയുവാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.